നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. കർത്താവേ, ഈ ദിവസം നിൻ്റെ ശരീരം തകർക്കപ്പെട്ട ഈ ദിവസം ആ കുരിശിൻ്റെ ചൂട്ടിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന നിൻ്റെ തകർക്കപ്പെട്ട ശരീരത്തിന് കീഴെ ഇരുന്നുകൊണ്ട് ഞങ്ങളോട് കൽപ്പിച്ചു തന്നിട്ടുള്ള വചനങ്ങളെ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള കൃപ ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. നാം ഏവരെയും സമ്പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ ചോരയിലേക്ക് മുക്കി നിർത്താം. അടിച്ചു കയറിയ ആണികൾ നമുക്ക് ധ്യാനിക്കാം. കാൽപാദത്തിൽ കൂടി ഒഴുകിയിറങ്ങുന്നതായ രക്തത്തെ നമുക്ക് മനസ്സിൽ കാണാം. അവൻ്റെ മാതാവ് കുരിശിൻ ചൂട്ടിൽ നിന്നുകൊണ്ട് ഭീകരമായി കാഴ്ച കണ്ട് ഹൃദയത്തിൽ കൂടി വാൾ കടന്നുപോയത് നമുക്കോർക്കാം. ഒരു വിശുദ്ധനുണ്ടായ സാക്ഷ്യത്തിൽ ഇപ്രകാരം അദ്ദേഹം പറയുന്നു: ശരീരം കുരിശിൽ നിന്ന് താഴേക്കിറക്കിയപ്പോൾ ദൈവമാതാവ് അവനെ തൻ്റെ മടിയിന്മേൽ ഏറ്റുവാങ്ങി. രക്തക്കട്ടകൾ കൊണ്ട് കറ പിടിച്ചിരുന്ന ശരീരത്തെ അവൾ തൻ്റെ മുട്ടിന്മേൽ അവൻ്റെ മുഖം വെച്ചുകൊണ്ട് നെറുകയിൽ ചുംബിച്ചു. കണ്ണിൽ ഒഴുകിയിറങ്ങി കട്ട പിടിച്ചിരുന്ന രക്തത്തെ കഴുകുവാൻ വേണ്ടി അടുത്തു നിന്ന യോഹന്നാനോട് താലത്തിൽ വെള്ളം കൊണ്ടുവരുവാൻ ആ അമ്മ ഹൃദയത്തിൽ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. യോഹന്നാൻ പെത്തപ്പാടോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഓടുന്നുണ്ടായിരുന്നു. കാരണം സന്ധ്യയായാൽ പിന്നെ മൃതശരീരത്തിൽ തൊടുവാനോ അതിന്മേൽ എന്തെങ്കിലും സുഗന്ധവും പൂശുവാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് പിറ്റേന്ന് ശബദും ആ ശബദ് വലിയതുമാകിയാൽ എത്രയും പെട്ടെന്ന് കർത്താവിൻ്റെ ശരീരം കഴുകി അതിൽ സുഗന്ധലേപം പൂശേണ്ടതുണ്ടായിരുന്നു. എല്ലാം വേഗത്തിൽ ചെയ്തു തീർത്തു. മാതാവ് അതിദുഃഖത്തോടുകൂടി മകൻ്റെ ശരീരം മുട്ടിന്മേൽ നിന്ന് അവൻ്റെ മുഖം തൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ച് ചുംബിച്ചുകൊണ്ടേയിരുന്നു എന്ന് അദ്ദേഹം സാക്ഷിക്കുന്നു. ജയമാതാവാണ് ശരീരം കഴുകിയത് എന്നാണ് അദ്ദേഹത്തിന് കിട്ടിയ ദർശനം. നമുക്കൊന്ന് ധ്യാനിക്കാം. വന്നിരിക്കുന്ന നമ്മളെല്ലാവരും കർത്താവിനെ ഒന്ന് തഴുകുവാൻ, ആശ്വസിപ്പിക്കുവാൻ നമുക്ക് സമയം കണ്ടെത്താം. കഴിഞ്ഞ ധ്യാനചിന്തകളിലെല്ലാം നമ്മൾ പഠിച്ചു, നാം കർത്താവിൽ ആശ്വാസം കണ്ടെത്തുന്നത് പോലെ കർത്താവ് നമ്മിലും ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. അത് മറ്റൊരാശ്വാസമാണ്. ലോകം തരുന്ന, ലോകത്തിന് കൊടുക്കുവാൻ കഴിയുന്ന ഒരാശ്വാസ രീതിയല്ല ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത്. ദൈവം വിശുദ്ധിയിൽ ആശ്വാസം പ്രാപിക്കും. നമ്മുടെ ഹൃദയത്തിൽ ഒരു ഗർഭപാത്രവും ഒരു പടകും ഒരു കബറിടവും ഉണ്ടായിരിക്കണം. ഈ മൂന്നിടത്താണ് കർത്താവ് ആശ്വാസം കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരിടമാണ് ഗെത്സമന തോട്ടം. ഇതെല്ലാം നമ്മുടെ അകത്തെ മനുഷ്യനിൽ വ്യാപരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കർത്താവിനെ നമുക്ക് ഒന്ന് ആശ്വസിപ്പിക്കാം. എങ്ങനെയെന്നാൽ, ലോകത്തിൻ്റെ തിന്മകളാൽ മ്ലേച്ഛതകളിൽ മനുഷ്യർ മുഴുകി നടക്കുമ്പോൾ
ദൈവത്തിൻ്റെ ഹൃദയം നോവുന്നുണ്ട്. അവൻ്റെ നീതിക്കൊത്തവണ്ണം നാം ആരും ആകുന്നില്ലാത്തതിനാൽ അവൻ്റെ ഹൃദയം വേദനപ്പെടുന്നുണ്ട്. നമ്മൾ കർത്താവിനെ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയെന്നത് ചോദിച്ചാൽ, കർത്താവിൻ്റെ സന്നിധിയിലിരുന്നുകൊണ്ട് അവൻ്റെ നീതിക്കൊത്ത് ഉയരാൻ നാം ആഗ്രഹിക്കുമ്പോൾ, അതിന് നമ്മളെ അഭ്യസിപ്പിക്കണമേ എന്ന് നമ്മൾ അവനോട് പറയുമ്പോൾ അവൻ നമ്മിൽ ആശ്വസിക്കും. അതുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് കർത്താവിൻ്റെ കാൽച്ചുവട്ടിൽ ഇരുത്തിക്കൊണ്ട് വചനത്തെ ഗ്രഹിക്കുവാനായിട്ട്, ആശ്വാസം കണ്ടെത്തുവാനായിട്ട് സമർപ്പിക്കുന്നു. മറിയാമിൻ്റെ ഉദരത്തിൽ, ഗർഭപാത്രത്തിൽ കർത്താവ് ആശ്വസിച്ചത് മറിയാം വചനം ഉള്ളിലേക്ക് ഗ്രഹിച്ചപ്പോഴാണ്. വചനം ഉള്ളിൽ ഗ്രഹിക്കുമ്പോൾ, അതായത് നമ്മൾ വചനം കേൾക്കുകയും അത് ഉള്ളിൽ സംഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് ഉള്ളിൽ ആശ്വാസം കണ്ടെത്തും. നമ്മുടെ ഉള്ളം ആശ്വാസം നിരസിക്കരുത്. സങ്കീർത്തനക്കാരൻ അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ രാത്രിയാമെങ്കിൽ നിങ്ങളിലേക്ക് കൈമലർത്തി എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. നമ്മുടെ ഉള്ളമാണ് ഈ ആശ്വാസം നിരസിക്കുന്നത്. കർത്താവ് നമ്മിൽ ആശ്വസിച്ചാൽ ആശ്വാസം നിരസിക്കപ്പെടുകയില്ല. ആയതിനാൽ കർത്താവ് നമ്മളോട് ഇന്ന് സംസാരിക്കുവാനും നമ്മിൽ ആശ്വാസം കണ്ടെത്തുവാനുമായിട്ട് ഇന്നത്തെ ദിവസത്തെ മാറ്റി നിർത്താം. കർത്താവിനെ നമുക്ക് അങ്ങോട്ടൊന്ന് ആശ്വസിപ്പിക്കാം. അങ്ങനെ ആശ്വസിപ്പിക്കുമ്പോൾ തകർന്നു കിടന്ന, മരിച്ചു കിടക്കുന്ന ദേഹത്തിലേക്ക് കർത്താവ് താമസിച്ചാണെങ്കിലും വന്ന് അതിനെ ഉയർപ്പിക്കും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി അതാണ്. മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിക്കുന്നു. ലോകസംബന്ധമായിട്ട് നോക്കുമ്പോഴാണ് അവൻ മരിച്ചിരിക്കുന്നത്. കർത്താവ് നോക്കിയപ്പോൾ അവൻ നിദ്ര പ്രാപിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. തകർന്നുപോയി എന്ന് നമ്മൾ വിചാരിക്കുന്ന മണ്ഡലങ്ങളിലൊന്നും ഉയർച്ചയില്ലാതില്ല. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? കാറ്റതിന്മേൽ ഊതിയപ്പോൾ ആ അസ്ഥികൾ ജീവിച്ചു. അത് വലിയൊരു സൈന്യമായി തീർന്നു. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വചനത്തിലൂടെ നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോൾ തകർന്നു കിടക്കുന്ന മണ്ഡലങ്ങൾക്ക് ജീവൻ വരും, അവിടെ വെളിച്ചം വരും. ഇന്നത്തെ നമ്മുടെ പഠനത്തിൽ ജീവനും വെളിച്ചവും എല്ലാം ചേർന്ന് വരുന്നുണ്ട്. കർത്താവ് ഈ സമയത്ത് നിൻ്റെ കാലുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനോടൊപ്പം യോഹന്നാൻ ശ്ലീഹായോടൊപ്പം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിൻ്റെ കാൽവറിയെ പിന്തുടരുവാൻ, തേജസ്സും മഹത്വം ലഭിക്കുവാൻ ഞങ്ങൾക്കിപ്പോൾ സംഗതിയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവറി മലമേൽ നോക്കൂ നീ, കാൽവറി മലമേൽ നോക്കൂ നീ, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ത്യാഗപീഠമതിൽ കയറി, ത്യാഗപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. ഉള്ളിലെ കണ്ണ് രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. നമുക്കിപ്പോൾ ഈ ആലയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവ സാന്നിധ്യമാണ് പ്രധാനമായിട്ട് വേണ്ടത്, കർത്തൃ സാന്നിധ്യം.
നമ്മുടെ ഇടയിൽ കർത്താവ് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. നമ്മുടെ മനസ്സിൽ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യാപാരങ്ങളെയും, അത് ദുഃഖത്തിലുള്ളതാകട്ടെ സന്തോഷത്തിലുള്ളതാകട്ടെ, അവൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ അവനതിനെ 5000-ഉം 10,000-ഉമായിട്ട് സന്തോഷത്തിൻ്റെ അപ്പമായിട്ട് നിങ്ങൾക്ക് മടക്കിത്തരും. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പൂർണ്ണമായും അവന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. കർത്താവേ, പറയാൻ പറ്റാത്ത അനേകം വേദനകൾ എൻ്റെ ഉള്ളിൽ കിടന്നു എൻ്റെ ഉള്ളത്തിലെ ആശ്വാസത്തെ നിരസിക്കുന്നു. എത്ര ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചിട്ടും എനിക്ക് ആശ്വാസം കിട്ടുന്നില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നടന്നു, ആരെയും ഞാൻ കണ്ടില്ല. എന്നാലിപ്പോൾ സർവ്വ ആശ്വാസദായകനായി ഞാൻ ഒരുവനെ കണ്ടിരിക്കുന്നു. അതെനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു കിടക്കുന്ന കർത്താവിനെ തന്നെ. അവൻ മരിച്ചവനല്ല, ഉയർത്തവനത്രേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് കാൽവറിയിൽ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിനെ മാത്രം ഓർത്ത് ചൊല്ലേണ്ട ട്രൈസാഗ്യോൺ ഗീതമാണത്. കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. അനേകർക്കിപ്പോൾ പ്രയാസമായിരിക്കുന്നത് കുഞ്ഞുങ്ങളെ പ്രതിയാണ്. അവരുടെ മാനസിക നില, ആരോഗ്യനില എല്ലാം മറ്റൊരു തലത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ലോകം അവരെ മറ്റൊരു വ്യാപാര മണ്ഡലത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. ലോകത്തിന് മനസ്സിലാകാത്ത കാര്യം ആത്മീയ ലോകത്തിലുള്ളവർ പറയുന്നു, ആത്മീയ ലോകത്തിന് മനസ്സിലാകാത്ത കാര്യം ലോകത്തിലുള്ളവർ പറയുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവെ നിൻ്റെ കരുണയിൽ ചേർത്ത് നിർത്തിക്കൊള്ളണമേ. ഞങ്ങളുടെ പാപങ്ങളോ കുറ്റങ്ങളോ ഒന്നും അതിന് തടസ്സമായി തീരരുതേ എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാലും, ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാലും, എന്നെ ഓർത്തു ദൈവദൂതർ വന്നിടും. ഏറ്റം സ്നേഹചൂടോടപ്പവുമായി വന്നിടും. ഏറ്റം സ്നേഹചൂടോടപ്പവുമായി വന്നിടും. കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ അശുദ്ധികളിൽ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം ഞങ്ങൾക്ക് നീ പറഞ്ഞു തന്നപ്പോൾ മാനസികമായി മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കണ്ടെത്തി അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യാപാരം ഞങ്ങളിലുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പ്രവൃത്തിയിൽ ചിലപ്പോൾ ഞങ്ങൾ വലിയ തെറ്റുകളൊന്നും ചെയ്യാതെ നടക്കുന്നെങ്കിലും ആ തെറ്റുകളെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ സംഗ്രഹിച്ചു വച്ചിരിക്കുകയാണ്. മനോഭാവത്തിലുള്ള ഞങ്ങളുടെ തെറ്റുകളെ ജയിക്കുവാനായിട്ടുള്ള ശക്തി ഉയരത്തിൽ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരിലേക്ക് ഇപ്പോൾ വ്യാപിക്കണം. ആ ശക്തി അവർക്ക് കൊടുക്കണം. ഞങ്ങൾക്കെല്ലാ അധികാരങ്ങളും നീ തന്നിട്ടുണ്ട്. പരിശുദ്ധ മാമോദീസയിൽ കൂടി അധികാരങ്ങളെല്ലാം ലഭിച്ചു. എല്ലാവർക്കും വിവിധ തരത്തിലുള്ള അധികാരങ്ങൾ, പക്ഷേ ആർക്കും ശക്തിയില്ലല്ലോ. ലൂക്കോസ് 9-ാം അധ്യായത്തിൽ അവൻ ശിഷ്യന്മാരെ അടുക്കിലേക്ക് വിളിച്ച് അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. കർത്താവേ, പാപത്തെ ജയിക്കുവാനുള്ള ശക്തി നീ ഞങ്ങൾക്ക് നൽകണമേ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങൾ ഏറി വന്നാലും. വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി,
വേണ്ട ഈ ലോകയിമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. രോഗങ്ങളേറി വന്നാലും ഞങ്ങൾ കുടുംബങ്ങളെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. അസ്വസ്ഥരായിരിക്കുന്ന കുടുംബങ്ങളെല്ലാം തിരുസന്നിധിയിൽ ഓർക്കുന്നു. പുറത്ത് പറയാൻ പറ്റാത്ത വേദനകൾ താങ്ങിക്കൊണ്ട് നടക്കുന്ന മാതാപിതാക്കളെ തിരുസന്നിധിയിൽ ഓർക്കുന്നു. കുഞ്ഞുങ്ങളുടെ വഷളത്വം കാരണം അവരിലേക്ക് വ്യാപിച്ചിരിക്കുന്ന അശുദ്ധി കാരണം പുറത്തുപോലും പറയാൻ പറ്റാതെ ആ വേദന ഉള്ളിൽ താങ്ങിക്കൊണ്ട് നടക്കുന്ന എല്ലാ മാതാപിതാക്കളെയും നമുക്കിപ്പോൾ ഓർക്കാം. നാഥാ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കാരണം ഞങ്ങൾക്ക് വന്നിരിക്കുന്ന മാനക്കേട്, കർത്താവെ, പൈതലായി ജീവിച്ച നീ പരിശുദ്ധ മാതാവിനോട് ചേർന്ന് യൗസേപ്പിനോട് ചേർന്ന് അവർക്ക് കീഴടങ്ങി ജീവിച്ച പോലെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ ഭംഗിയായി സ്നേഹിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അസ്വസ്ഥരാകുമ്പോൾ അവർക്ക് നല്ലൊരു സമ്മതം ഉണ്ടാകുവാൻ തക്കവണ്ണം അവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി അവരിൽ പരിവർത്തിക്കുമാറാകണമേ. കർത്താവെ, കല്യാണത്തിൻ്റെ ശുശ്രൂഷയിൽ അവരിലേക്ക് ആവശ്യിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കിരീടം മുള്ളുകൾ നിറഞ്ഞതാണെങ്കിലും എൻ്റെ നുകം ലഘുവും എൻ്റെ ചുമട് മൃദുവുമാകുന്നു എന്നുള്ള വചനം എല്ലാവരിലും നിറവേറുവാൻ സംഗതിയാകണമേ. എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തേരുവീഥിയിൽ അതിപുതുതായെന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ. നമുക്ക് പുരോഹിതന്മാരെയും ശമാശന്മാരെയും തിരുസന്നിധിയിൽ ഓർക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ നിമഗ്നതകളിലേക്ക് അറിയാതെയും അറിഞ്ഞും ഒക്കെ വീണുപോകുന്ന പൗരോഹിത്യ വൃന്ദത്തെ മുഴുവനായി തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവിൻ്റെ സംരക്ഷണയിൽ കഴിയുന്ന പൗരോഹിത്യം, അതിനെ തകർക്കുക എന്നുള്ളത് പിശാചിൻ്റെ ലക്ഷ്യമാണ്. പൗരോഹിത്യം തകർന്നാൽ ജനം തകരും. ആ സ്ട്രാറ്റജി, സാത്താൻ്റെ ആ തന്ത്രം അറിയാവുന്നവരായിരിക്കണം നാം ഏവരും. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് കോരിന്ത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് ശ്രദ്ധയോടെ വായിക്കണം. പുരോഹിതന്മാർ വീണുപോകുന്നതും നശിച്ചു പോകുന്നതും അതവരെ ലക്ഷ്യം വെച്ച് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടും കൂടെയാണ്. അതുകൊണ്ടാണ് ശക്തിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ പാപത്തിൽ പോലും വീണു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് സഭയെ ഓർക്കാം, ബാബാ തിരുമേനിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, മെത്രാപ്പൊലീത്തമാരെ ഓർക്കാം, റമ്പാന്മാരായ സന്യാസിമാരെ ഓർക്കാം, സിസ്റ്റേഴ്സായിരിക്കുന്ന സന്യാസിനികളെ ഓർക്കാം, പൗരോഹിത്യ വൃന്ദത്തെ മുഴുവനായി സമർപ്പിക്കാം, പൗരോഹിത്യ കുടുംബങ്ങളെ സമർപ്പിക്കാം. പൗരോഹിത്യ കുടുംബത്തിൽ അനേകം പ്രശ്നങ്ങളുണ്ട്. പലരും ചോദിക്കും, എന്തുകൊണ്ടാണ് അച്ഛന്മാരുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നത്? അതിനൊരു കാരണമുണ്ട്. പുരോഹിതന്മാർ അനേകരുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ബലിപീഠത്തിൽ നിൽക്കുന്നവരാണ്. അവർക്ക് ശക്തിയില്ലെങ്കിൽ അത് തിരിച്ചു വന്ന് അടിക്കും. അപ്പോൾ ഈ മർമ്മം പുരോഹിതൻ അറിയാവുന്നവനായിരിക്കണം. സാത്താൻ്റെ തന്ത്രങ്ങളെ അവൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. മേൽക്കുമേൽ ശക്തി പ്രാപിക്കണം. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീന്നാണ്. ക്രിസ്തുയേശുവിൻ്റെ ശക്തി വ്യാപാരം, അവൻ്റെ വ്യാപാര ശക്തി.
സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന അവൻ്റെ വ്യാപാര ശക്തി വ്യാപിക്കുവാൻ, പ്രത്യേകിച്ചും പുരോഹിതരിലേക്കും സഭയിലേക്കും വ്യാപിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലരായ ശമ്മാശന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വചനം പറയുന്ന അനേക പുരോഹിതന്മാരെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ദേവനാസിയോസ് ബെസ്ലീബയുടെ കക്സയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ നീ എഴുന്നേൽപ്പിക്കണമേ എന്ന്. അതുകൊണ്ട് വചനം പ്രഘോഷിച്ച് നടക്കുന്ന അനേകരുണ്ട്. പുരോഹിതന്മാരെയും ഐമീനികളെയും എല്ലാം തിരുസന്നിധിയിൽ ഓർത്തുകൊണ്ട് ഇപ്പോൾ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വചനമെന്നാത്മാവിന്ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. നമുക്ക് വന്യനായ മാതൃസമ്രാജൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്നത്തെ ധ്യാന പഠനത്തിലേക്ക് പ്രവേശിക്കാം. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു: എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ, ഈ സുദിനത്തിനും എനിക്ക് നൽകിയ വിലയേറിയ കൃപകൾക്കും വേണ്ടി നന്ദിയോടെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ ദിവസം അവിടുത്തെ അനുഗ്രഹങ്ങളെ കൊണ്ട് അടിയനെ നിറയ്ക്കണമേ. അവിടുന്ന് അടിയനോട് സംസാരിക്കണമേ. എൻ്റെ കർത്താവേ, നിനക്ക് സ്തുതി. അവിടുന്ന് ഇന്ന് അടിയനോട് സംസാരിക്കാതെ ഇരിക്കുന്നതിനാൽ നിനക്ക് സ്തുതി. എൻ്റെ കർത്താവേ, എൻ്റെ ഇഷ്ടമൊന്നും എന്നിൽ നടക്കരുതേ. അവിടുത്തെ ഇഷ്ടം മാത്രം എന്നിൽ നടന്നാൽ മതി. അത് ദോഷകരമെന്ന് തൽക്കാലം എൻ്റെ കണ്ണുകൾക്ക് തോന്നിയാലും എനിക്കത് മാത്രം മതി. അവിടുത്തെ മഹത്വത്തിന് കഷ്ടത അനുഭവിക്കുക എന്നതാണ് എൻ്റെ ആഗ്രഹം. അതിനായി അടിയനെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അതിനായി അടിയനെ അനുഗ്രഹിക്കണമേ. അടിയന് കഴിവ് നൽകണമേ. എൻ്റെ കർത്താവെ, അവിടുത്തേക്ക് ഇഷ്ടമില്ലാത്ത ഒരു നൽവരങ്ങളും എനിക്ക് നൽകരുതേ. അവിടുന്ന് ഏത് കുരിശ് തരുന്നുവോ അത് ഞാൻ സ്തോത്രത്തോടെ അനുഭവിച്ചു കൊള്ളാം. കാരണം അവയെല്ലാം അടിയൻ്റെ നന്മയ്ക്കും ശുദ്ധീകരണത്തിനും ആയിട്ടുള്ളതാകുന്നു. കർത്താവെ, കുരിശില്ലാത്ത ജീവിതം എനിക്ക് തരരുതേ. കർത്താവെ, ഞാൻ അപ്രാപ്തനാകിയാൽ അവയെല്ലാം സഹിപ്പാനുള്ള കഴിവും കൃപയും അനുഗ്രഹങ്ങളും അടിയന് തരണമേ. അവിടുന്ന് എപ്പോഴും എന്നും അടിയനോട് കൂടിയിരിക്കണമേ. ഒരു സമയവും അവിടുന്ന് അടിയനെ വേർപിരിയരുതേ. എനിക്ക് അതുമാത്രം മതി. എൻ്റെ കർത്താവെ, എൻ്റെ ഉടമസ്ഥനെ ഇതാ അടിയനെ പൂർണ്ണമായി തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുഹിതം പോലെ അടിയനെ ഉപയോഗിക്കണമേ. അവിടുത്തെ മഹത്വത്തിനായി മാത്രം അടിയനെ ഉപയോഗിക്കണമേ. എനിക്കായിട്ട് അടിയൻ ജീവിക്കരുതേ. അടിയന് ഒരു പുകഴ്ചയും ബഹുമാനവും ഒരു കാലത്തും ഉണ്ടാകരുതേ. സർവ്വമഹത്വവും പുകഴ്ചയും ബഹുമാനവും അവിടത്തേക്ക് മാത്രം ഇരിക്കുമാറാകണമേ. ആമീൻ. അതിമനോഹരമായൊരു പ്രാർത്ഥനയാണ്. ഞാൻ പുസ്തകം തുറന്ന് വെറുതെ എടുത്തങ്ങ് വെച്ച് പ്രാർത്ഥിച്ചാണ്. എനിക്കിപ്പോൾ തോന്നുന്നു ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ എന്ന്. അതായത് ആ ഒരു പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചുവോ? റമ്പാച്ചൻ പ്രാർത്ഥിക്കുകയാണ്: കർത്താവെ, അടിയനോട് സംസാരിക്കണമേ. ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സംസാരിച്ചില്ല, ഉത്തരവൊന്നും കിട്ടിയില്ല. അപ്പോൾ പറയുകയാണ്: ഇന്ന് അടിയനോട് സംസാരിക്കാതെ ഇരുന്നതിനാൽ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. എൻ്റെ കർത്താവേ, എൻ്റെ ഇഷ്ടമൊന്നും എന്നിൽ നടക്കരുതേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഇന്ന് സംസാരിക്കണമെന്നുള്ളത്. നമ്മുടെ നല്ല ആഗ്രഹങ്ങളൊക്കെയാണ്, പക്ഷേ അന്ന് സംസാരിച്ചില്ല. അതുകൊണ്ട് ചില നിമിഷങ്ങളിൽ ദൈവാനുഭവം ദൈവം തന്നെ അല്പസമയത്തേക്ക് തടഞ്ഞു വയ്ക്കും. അത് നമ്മളിലുള്ള അഹങ്കാരത്തെ ഇല്ലാതാക്കുവാനാണ്. നമ്മളിൽ എപ്പോഴും ദൈവാനുഭവം നിറഞ്ഞു നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ പുരോഹിതന്മാർക്കറിയാം,
ഇവിടെ നിൽക്കുന്ന ഒരു നിറവല്ല അകത്ത് നിൽക്കുന്ന ആത്മനിറവല്ല ദർഗായിൽ. തിരുശരീര രക്തങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കൃപാവരം അല്ല താഴെ നിൽക്കുന്നവർക്കുള്ളത്. കാരണം അവിടെ സ്രോതസ്സാണ്, അവിടെ ശക്തി വ്യാപാരം കൂടുതലാണ്. അത് നമ്മൾ സമർപ്പിച്ച് അർപ്പിക്കുമ്പോൾ അത് അറിയുവാൻ സാധിക്കും. എന്നാൽ ചില ദിവസം അത് കിട്ടിയില്ല. അതെല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ അത് തന്നെ വലിയൊരു ആത്മീക വ്യാപാരത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മീയ അഹങ്കാര ബോധം ഉണ്ടാവും. ഞാൻ ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ വചനം വായിക്കുമ്പോൾ കർത്താവ് അത് നിറച്ചങ്ങ് തരും. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ വചനം വായിക്കാതിരുന്നാലും കൊള്ളാം. നിങ്ങളുടെ കാര്യം കൂടെ പറയുന്നത്, വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ പുരോഹിതന്മാരുടെ മാത്രമല്ല, ചിലപ്പോൾ വചനം വായിക്കാതിരിക്കുമ്പോൾ ചില ദിവസം അത് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വളരെ ശക്തി വ്യാപാരം നമ്മളുണ്ടാകുന്ന അറിയാൻ സാധിക്കും. ക്രിസ്തു സാന്നിധ്യം അറിയാൻ സാധിക്കും. ദൈവിക വ്യാപാരങ്ങളിലെ ഒരു വലിയ നിറവ് നമ്മളിലേക്ക് വരുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. എന്നാൽ ചില ദിവസം വളരെ ഡ്രൈ ആയിട്ട് അനുഭവപ്പെടും. അത് ദൈവം മനഃപൂർവ്വം ബോധപൂർവം ചിലപ്പോൾ അനുവദിച്ച് തരുന്നതാണ്. കാരണം നമ്മളിൽ തന്നെ ആത്മീയ അഹങ്കാരികൾ ആകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ദിവസവും സംസാരിച്ചുകൊണ്ടിരുന്ന റമ്പാച്ചനോട് ഇന്നും സംസാരിക്കണമെന്ന് പറഞ്ഞ് മോഹത്തോടുകൂടി ചെന്നപ്പോൾ ഒന്നും കിട്ടിയില്ല. നിരാശപ്പെടേണ്ട കാര്യമില്ല. അതവിടെ ഇരിപ്പുണ്ട്, അത് തന്നോളും, സമയത്തത് നിറച്ച് തന്നോളും. ഇവിടെ തന്നെ ഞാൻ വചനം സംസാരിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ എനിക്കതറിയാൻ പറ്റും, നിങ്ങൾക്കും അതറിയാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ശക്തി വ്യാപാരം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും. എന്നാൽ ചില ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വലിയ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചോളം എനിക്ക് അന്ന് ഡ്രൈ ആയിരുന്നു. കേട്ടവർ പറഞ്ഞു വലിയ രഹസ്യങ്ങളാണ്, അല്ലെങ്കിൽ അത് എനിക്കായിരുന്നു അത് എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് വളരെ ഡ്രൈനെസ് തോന്നിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഇത് അനുവദിച്ചിട്ടുള്ളതാണ്. അതിൽ നമ്മൾ താഴ്ന്നു പോവുകയോ നിരാശപ്പെടുകയോ ചെയ്യരുത്. ഇതിൻ്റെ ഇരട്ടിയായിട്ട് വേറെ സമയത്ത് ഇങ്ങനെ തരും. അത് ദൈവത്തിൻ്റെ ഒരു വ്യാപാര രീതിയാണ്. അതുപോലെയാണ് 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ വീട്ടിലേക്ക് കർത്താവ് ചെല്ലുവാൻ തീരുമാനിക്കുന്നു. പുതുതായിട്ട് വന്നിരിക്കുന്നവരോട് പറയുകയാണ്, നമ്മളിതൊരു ക്രമീകൃതമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷമാണ് പഠിക്കുന്നത്. ഞങ്ങളിങ്ങനെ 11-ാം അധ്യായത്തിലെത്തി. അപ്പോൾ 11-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞ ആഴ്ച തുടങ്ങി അതിൻ്റെ ബാക്കിയായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാസറിൻ്റെ ഭവനത്തിൽ ഇതുപോലൊരു സംഭവമാണ്. ലാസർ ഒരു കുടുംബമാണ്, അതൊരു വീടാണ്. അതിനെപ്പറ്റിയുള്ള ആത്മീയ വശം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതായത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ഒരു വീടാണ്. അതിനെപ്പറ്റിയുള്ള ഇഷ്ടം പോലെ വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞതാണ്. ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, അതിനകത്തൊരു ദേഹിയുമുണ്ട്. അപ്പോൾ ദേഹം, ദേഹി, ആത്മാവ്, ശരീരം, ദേഹി, ആത്മാവ്, ഈ 3 കൂട്ടം കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്മേൽ ദൈവം വന്ന് നമ്മുടെ കൂടാരത്തിൽ വസിക്കുമ്പോഴാണ് നമ്മൾ ദൈവികരാകുന്നത്. അല്ലേ? ഒരു പുതിയ കൂടാരം വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ കൂടാരത്തിൽ അവൻ വന്ന് വസിക്കും. സമാഗമന കൂടാരത്തിൽ ദൈവം വസിക്കുമ്പോഴാണ് അതിന് തേജസ് ഉണ്ടാകുന്നത്. സമാഗമന കൂടാരത്തിൽ ദൈവം വസിക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണം അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതിനൊരു ശരീരമുണ്ട്, അതാണ് പ്രാകാരം. സമാഗമന കൂടാരത്തിൻ്റെ ശരീരമാണ് പ്രാകാരം. ആ പ്രാകാരത്തിന് ഒരു വാതിലുണ്ട്. ആ വാതിൽ കൂടിയാണ് കർത്താവ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ടാലും ഞാൻ വാതിൽക്കൽ മുട്ടും, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഞാൻ അകത്ത് എന്ന് ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കണമെങ്കിൽ ആ വാതിൽ ആദ്യം തുറക്കണം. ശരീരത്തിൻ്റെ വാതിൽ.
ശരീരത്തിൻ്റെ വാതിൽ ബ്ലോക്കായി കഴിഞ്ഞാൽ അകത്തോട്ട് തേജസ് ചെല്ലില്ല. തേജസ് അതിവിശുദ്ധ സ്ഥലത്താണ് വ്യാപരിച്ച് അവിടെ കൂടാരം അടിക്കേണ്ടത്. അതിനുള്ള ക്രമീകരണം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണ് ആ ക്രമീകരണമാണ്? സാക്ഷ്യപെട്ടകം. അത് പൊന്നുകൊണ്ടൊക്കെ പൊതിഞ്ഞ് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ശരീരവും വചനവും അഹ്റോൻ്റെ തളിർത്ത വടി, അതായത് നിങ്ങളിലുള്ള പൗരോഹിത്യ നൽവരവും ദൈവവചനവും അതുപോലെ തന്നെ കർത്താവ് നിങ്ങളിൽ മറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ശരീരവും. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ആര് മറഞ്ഞിരിക്കുന്നു? കർത്താവ് മറഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ വിശുദ്ധ കുർബാന ചൊല്ലിയപ്പോൾ ദൈവനാസ്യോസ് ബെസ്ലിബയുടെ തക്സയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്തൊരു പ്രാർത്ഥന ഇപ്രകാരമുണ്ട്: കർത്താവെ, ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ കടങ്ങളെയും തെറ്റുകളെയും നീ ക്ഷമിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നിൻ്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. എന്തൊരു പ്രാർത്ഥനയാണത്! ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്. അതും കൊണ്ടും കൂടിയാണ് നമ്മൾ കല്ലറയിൽ പോയി മെഴുകുതിരി കത്തിക്കുന്നത്. അല്ലാതെ നമ്മുടെ അപ്പച്ചൻ മരിച്ചു പോയതുകൊണ്ട് അപ്പച്ചനെ ബഹുമാനിക്കാൻ മാത്രമല്ല, അതങ്ങനെ ആദരിച്ചോളൂ. പക്ഷേ ലക്ഷ്യം ഇതാണ്. അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അവിടെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ മറിഞ്ഞിരിക്കുന്ന അസ്ഥിയാണ് അവിടെ കുടിച്ചിട്ടിരിക്കുന്നത്. അത് വിശുദ്ധമാണ്. അതുകൊണ്ടാണ് അത് ഉയർക്കുന്നത്. ഉയർക്കാനുള്ള ശക്തി അതിനുണ്ടാകുന്നത് കർത്താവിൻ്റെ ശരീരം അതിനകത്ത് മറിഞ്ഞിരിക്കുന്നത് കൊണ്ടും ആ വ്യാപാര ശക്തി താഴ്ചയുള്ള നമ്മുടെ ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തത്തക്കവണ്ണം അത് ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ശരീരത്തെ ദഹിപ്പിക്കാത്തതും കുഴിച്ചിടുന്നതും. അപ്പോൾ സമാഗമന കൂടാരത്തിന് ഒരു പ്രാകാരമുള്ളതുപോലെയാണ് നമ്മുടെ ശരീരം. സമാഗമന കൂടാരത്തിന് അകത്തൊരു ശുദ്ധ സ്ഥലം ഉണ്ട്, അതിശുദ്ധ സ്ഥലമുണ്ട്. ശുദ്ധസ്ഥലവും അതിശുദ്ധ സ്ഥലവും തമ്മിൽ ഒരു തിരശ്ശീലയാൽ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ശുദ്ധസ്ഥലമാണ് നമ്മുടെ ദേഹിയുടെ മണ്ഡലം. ഞാനെപ്പോഴും നിങ്ങളോട് പറഞ്ഞു തരാറുണ്ട്, ഈ ദേഹി മനസ്സും ഒന്നല്ല. എന്നാൽ മനസ്സിലാക്കുവാൻ വേണ്ടി മനസ്സ് എന്ന് പറയാം. മനസ്സെന്നൊക്കെ പറഞ്ഞാൽ ദേഹിയുടെ ഒരു ചെറിയ അംശമേ ആകുന്നുള്ളൂ. ഹൃദയബോധ വിചാരമണ്ഡലങ്ങൾ അതൊരു വലിയ തലമാണ്. അതിനെയാണ് ദേഹി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല. നമ്മുടെ മനസ്സെവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും. അതിനും അപ്പുറമാണ് ദേഹി. ഈ ദേഹിക്ക് മറ്റൊരാളുടെ ദേഹിയുമായിട്ട് കണക്ഷനുണ്ട്. ഇത് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ടെലപ്പതിയൊക്കെ വർക്കൗട്ടാവുന്നത്. മാനസിക ആരോഗ്യ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ വിദഗ്ധർ, സൈക്കാട്രിസ്റ്റുകളൊക്കെ അതിനെ ടെലപ്പതി എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരാൾ ചിന്തിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് അതേ കാര്യം മറ്റൊരു സ്ഥലത്തിരുന്ന ഒരാൾ അതേ രീതിയിൽ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അയാൾ നമ്മളെ വിളിക്കുന്നു. ഇതൊന്നും കോയിൻസിഡൻസ് എന്നുള്ള രീതിയിൽ ആത്മീകർക്ക് കരുതുവാൻ സാധിക്കില്ല. കാരണം ഒരു ആത്മീകൻ്റെ ജീവിതത്തിൽ ഒരു കോയിൻസിഡൻസും ഇല്ല. കോയിൻസിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം ആത്മീകരുടെ ജീവിതത്തിലില്ല. അത് കൃത്യമായിട്ട് പ്ലാൻഡായിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നാം ചെയ്തു പോരേണ്ട കാര്യങ്ങളെല്ലാം മുന്നൊരുക്കിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. നാം സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് അത് മുന്നൊരുക്കിയിരിക്കുന്നു. നാം വിചാരിച്ചാലും ഇല്ലെങ്കിലും നമ്മളെക്കൊണ്ട് അത് ദൈവം ചെയ്യിക്കും. ഇനി ഡീവിയേറ്റ് ചെയ്ത് നാശത്തിലേക്ക് പോവുകയാണെങ്കിൽ ദൈവം ആ വേല വേറൊരാളെ കൊണ്ട് ചെയ്യിക്കും. അനുഗ്രഹം അപ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ ദേഹി എന്ന് പറയുന്ന മണ്ഡലം സർവ്വ സൃഷ്ടിയുമായിട്ടും കണക്റ്റഡാണ്. ദ എൻറ്റയർ ക്രിയേഷൻ. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ സൃഷ്ടി മുഴുവനും ദൈവപുത്രന്മാരുടെ
വെളിപാടിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ആ സൃഷ്ടിയുടെ ദേഹീമണ്ഡലവും നിങ്ങളിലും എന്നിലുള്ള ദേഹീമണ്ഡലവും തമ്മിൽ കണക്റ്റഡാണ്. കട്ട് ചെയ്യാവുന്നുണ്ടോ? ഇപ്പോഴേ തുടക്കമേ ഹൈ ഡോസ് തരുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, ഇത് അറിഞ്ഞിരിക്കും. അപ്പോൾ ഇത് കണക്റ്റഡ് ആവുമ്പോൾ പ്രകൃതി മുഴുവനും മനുഷ്യർ ആത്മീയതയിലേക്കും നന്മയിലേക്കും ദൈവികതയിലേക്കും വരുവാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നു. കാരണം പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചതല്ലാതെ പ്രകൃതി സ്വയമായിട്ട് നശിക്കുന്നില്ല. ഉണ്ടോ? സ്വയമായിട്ട് അത് നശിക്കുന്നില്ല. അത് ദൈവകൽപ്പന പ്രകാരം നീങ്ങുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഭൂമിയിൽ മനുഷ്യർ ഇല്ലാതായാൽ ഭൂമിക്ക് എന്ത് സംഭവിക്കും? ഭൂമിയിൽ മനുഷ്യർ ഇല്ലാതായാൽ ഭൂമിക്ക് എന്ത് സംഭവിക്കും? ഭൂമി ഫ്ലറിഷ് ചെയ്യുമോ നശിക്കുമോ? ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഭൂമിയിൽ മനുഷ്യർ ആരുമില്ലെന്ന് വിചാരിക്കുക. ഭൂമി ഫ്ലറിഷ് ചെയ്യുമോ നശിക്കുമോ? ഫ്ലറിഷ് ചെയ്യും. ചെറിയ തോതിലെങ്കിലും കൊറോണ സമയത്ത് നമ്മളത് കണ്ടതാണ്. ആ ഫസ്റ്റ് ഡേ ലോക്ക്ഡൗൺ ആയപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വൃക്ഷങ്ങളെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഇലയുടെ തളർപ്പിന് ഒരു എന്താ പറയുന്നത്, പ്രസരിപ്പുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചായിരുന്നത്. ഇപ്പോഴും ഇലയിൽ നോക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ അന്നതുണ്ടായിരുന്നു. ഓരോ വൃക്ഷത്തിനും അത് നമ്മളോട് സംവേദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുവാനും വിഷമാലിന്യങ്ങളില്ലാതെ അതിന് ശ്വാസോച്ഛ്വാസം നടത്തുവാനും സാധിച്ചിരുന്നു. അതിൻ്റെ തളിർപ്പ് അതിലുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും നമ്മളെല്ലാം പഴയതുപോലെ ആയി. പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം, നമ്മുടെ ദേഹി എൻ്റെ സൃഷ്ടിയിലേക്ക് കണക്റ്റഡാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ നന്മ ചെയ്യുമ്പോൾ അത് പ്രകൃതിയിലെല്ലാം സൃഷ്ടിയിലെല്ലാം അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വചനം കേൾക്കുന്നു, വചനം ഞാനിവിടെ നിന്ന് പറയുന്നു. ഇത് രണ്ടും ഒരേ ബാലൻസിലാണ് ദൈവം കാണുന്നത്. അല്ലാതെ പറയുന്ന ആൾക്ക് ഒരു ഹയർ ഡിഗ്രിയോ കേൾക്കുന്ന ആൾക്കൊരു ലോവർ ഡിഗ്രിയോ അല്ല. കേൾക്കുന്നതും പറയുന്നതും ഒരേ ആത്മവ്യാപാരത്തിലാണ് സൃഷ്ടിയിലേക്ക് വ്യാപിക്കുന്നത്. ശബ്ദതരംഗങ്ങളാകിയാൽ ശബ്ദതരംഗങ്ങൾ നിങ്ങളുടെ ദേഹിയിലാണ് കയറുന്നത്, തലച്ചോറിലല്ല. തലച്ചോറിൽ കയറി അത് ഗ്രഹിക്കും. ഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഹിയിൽ അത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഓർക്കണമെന്നൊന്നുമില്ല, പക്ഷേ ഇത് ദേഹിയിൽ വ്യാപരിക്കും. ദേഹിയിൽ വ്യാപരിച്ചാൽ എന്ത് സംഭവിക്കും? ഈ ദേഹി സൃഷ്ടിയുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് വചനം പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് വചനം കേൾക്കുമ്പോൾ, നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൃഷ്ടിയിലേക്കാണ് ഇത് കൊടുക്കുന്നത്, ഫോർ ദ എൻ്റയർ ക്രിയേഷൻ. അല്ലാതെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ദേവാലയത്തിൽ നിറഞ്ഞിരിക്കുന്നവർക്ക് മാത്രമല്ല, ഇത് വ്യാപിക്കുവാണ്. ഒരു വിശുദ്ധ കുർബാന നടത്തുമ്പോഴും അങ്ങനെയാണ്. വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവേ, സർവ്വ സൃഷ്ടിക്കും വേണ്ടി ഞാൻ മോചനം യാചിക്കുന്നു. ഞാനാണ് യാചിക്കുന്നത്, പക്ഷേ സർവ്വ സൃഷ്ടിയിലും ബൈ ഡീഫോൾട്ട് ആ മോചനം വരികയാണ്. ദൈവികമായ വ്യാപാരത്തിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ അനേകർക്ക് ഇത് ഈ പ്രകാശം ചെന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു തിന്മ ചെയ്യുമ്പോഴും. തിന്മ ചെയ്യുമ്പോൾ ഇതേ ഇഫക്റ്റ് സംഭവിക്കും. ദൈവിക കൃപയിൽ നിന്ന് അന്യമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സൃഷ്ടിയെ ബാധിക്കും. അതുകൊണ്ടാണ് സൃഷ്ടി നോക്കിയിരിക്കുന്നത്. ഇപ്പോൾ 100%-ൽ 99% അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രകൃതി ഇങ്ങനെ നോക്കിയിരിക്കുക. ദൈവപുത്രന്മാർ അവർക്ക് വെളിപാടിന് വേണ്ടി സൃഷ്ടി മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇത് ദേഹിയുടെ മണ്ഡലം, ഇതിങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ഇതുകൂടാതെയാണ് അതിവിശുദ്ധ സ്ഥലം, ആത്മാവ്. ദൈവം ആത്മാവിനെയാണ് ആദ്യം സൃഷ്ടിച്ച് ഉണ്ടാക്കിയത്. ആ ആത്മാവിലേക്കാണ് ബോധവിചാര മണ്ഡലങ്ങളും പിന്നീട് ദേഹവും തന്നത്.
അപ്പോൾ സൃഷ്ടി നടന്നത് സൃഷ്ടി നടന്നതെന്നല്ല, സൃഷ്ടി നടത്തിയത് ആത്മാവിനെയാണ് സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നത്. സക്രിയ 12:1 എടുക്കാമോ? സക്രിയയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. മലാഖിക്ക് തൊട്ട് മുമ്പ് സക്രിയ 12-ാം അധ്യായം 1-ാം വാക്യം. ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. മനുഷ്യൻ്റെ ആത്മാവിനെ ദൈവമാണ് സൃഷ്ടിക്കുന്നത്. ഇയ്യോബ് 33:4 വായിക്കാം. ഇയ്യോബ് 33-ാം അധ്യായം 4-ാം വാക്യം. ഇയ്യോബ് 33-ാം അധ്യായം 4-ാം വാക്യം വെച്ചോളൂ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നെയാണ്, അത് ആത്മാവിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ആത്മാവിൽ നമ്മൾക്ക് ഒരു ജീവൻ തന്നു. ആ ജീവൻ, ആ പ്രാണനാണ് ദേഹി എന്ന് പറയുന്നത്. ആത്മാവിന് ജീവനല്ല നല്ല അർത്ഥം. ആത്മാവിൽ ജീവനെ കൊടുത്തു, എന്നിട്ട് ശരീരവും തന്ന് നമ്മളിവിടെ വിട്ടിരിക്കുകയാണ്. ഇതൊരു കൂടാരമാണ്. ഈ കൂടാരത്തിൽ ഉള്ള 3 അവസ്ഥാവിശേഷങ്ങളാണ് ദേഹം, ദേഹി, ആത്മാവ്. അതുപോലെ തന്നെ ഈ ലാസറിൻ്റെ വീടിനെ നിങ്ങൾ കാണണം. ലാസറൻ എന്ന് പറയുന്ന ആ വ്യക്തി നമ്മുടെ ശരീരത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. മറ്റേ ആളാണ് മർത്ത, അടുത്ത ആളാണ് മറിയ. മറിയോടല്ല, മാർത്തയോട് കർത്താവ് പറയാണ്, മാർത്തേ നീ പലതിനെ ചൊല്ലി ഭാരപ്പെടുന്നു, മറിയെ നോക്കി പഠിക്കുക, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതായത് കർത്താവ് നമ്മുടെ ബോധമണ്ഡലത്തോട് പറയുകയാണ്, നീ ഇങ്ങനെ ലോകകാര്യങ്ങൾ മാത്രം അന്വേഷിച്ച് നടക്കാതെ, അത് വേണം, കർത്താവിന് വെള്ളം കൊടുക്കണ്ടേ? വെള്ളം കൊടുക്കണം, അത് വേണം, അത് ചെയ്തോളും, അത് നടന്നോളും. പക്ഷേ ഇപ്പോൾ നീ എൻ്റെ അടുത്ത് വന്നിരിക്ക്, ഇപ്പോൾ ഇതിനാണ് സമയം എന്നുള്ളത് മാർത്തയോട് സൂചിപ്പിക്കുമ്പോൾ മറിയെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഗലാത്യലേഖനം 5-ാം അധ്യായം എടുത്തു. ഗലാത്യലേഖനം 5-ാം അധ്യായം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. 16-ാം വാക്യം, 5-ാം അധ്യായം 16-ാം വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡ അഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇതാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവിനെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ്റെ അടുത്ത് എന്നിരുന്നെങ്കിൽ മാത്രമേ ആത്മാവിനെ അനുസരിക്കുവാനുള്ള ആ വഴി നമുക്ക് തെളിഞ്ഞു വരത്തുള്ളൂ. അല്ലാതെ തെളിഞ്ഞു വരത്തില്ല. ഇത് ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് ഈ ആത്മാവ്? എവിടുന്ന് കണ്ടുപിടിക്കും ഇത്? നിങ്ങളുടെ മനസ്സിനെ അനുസരിച്ച് നടക്കുവാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ശരീരത്തെ അനുസരിച്ച് നടക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എൻ്റെ ശരീരത്തിന് ഇപ്പോൾ വിശക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ശരീരം എന്നോട് പറയും ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പോയി ഭക്ഷണം കഴിക്കുന്നു. ഞാൻ എൻ്റെ ശരീരത്തെ അനുസരിച്ചു. എൻ്റെ മനസ്സിൽ എന്നോട് പറയുകയാണ്, വളരെയധികം മുഷിപ്പാന്ന്, എത്ര നാളായി ഇങ്ങനെ കുത്തിയിരിക്കുക, ഒന്ന് കറങ്ങിയിട്ട് വരാം, അല്ലെങ്കിൽ ഇന്ന സന്തോഷങ്ങളിൽ പോയി ഒന്ന് ആർമാദിച്ചിട്ട് വരാം, ഒരു സിനിമ കണ്ടിട്ട് വരാം എന്നെൻ്റെ ഉള്ളിലിരിക്കുന്ന ബോധതലം എന്നോട് പറയുന്നു. അത് നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും പറയുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ആത്മാവിനെ എങ്ങനെയാണ് അനുസരിക്കുന്നത്? ആത്മാവ് പറയുന്ന കാര്യം എങ്ങനെയാണ് കേൾക്കുന്നത്? അത് വെറുതെ കേൾക്കത്തില്ല, അതെല്ലാവർക്കും കേൾക്കാൻ സാധിക്കത്തുമില്ല. ആത്മാവ് പറയുന്നത് കേൾക്കണമെങ്കിൽ
ആത്മാവിനെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ്റെ അടുത്ത് ചെന്നിരുന്നാലേ ആത്മാവിൻ്റെ കടവാടം തുറക്കത്തുള്ളൂ. കാരണം ശുദ്ധസ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും ഇടയിലൊരു തിരശീലയുണ്ട്. അതങ്ങനെ വയ്ക്കാൻ പറ്റത്തുള്ളൂ. കാരണം അതിവിശുദ്ധ സ്ഥലം എന്ന് പറയാൻ കാര്യം എന്താ? അതിവിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ അഴുക്കില്ല, ഒട്ടുമില്ല, അവനിൽ പാപം ഒട്ടുമില്ല, ഇരുൾ അവനിൽ ഒട്ടുമില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് താഴോട്ട് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അവനിൽ ഇരുൾ ഒട്ടുമില്ല എന്ന് പറയുന്ന പോലെ അതിവിശുദ്ധ സ്ഥലത്ത് ഇരുളില്ല, അഴുക്കില്ല, തിന്മയില്ല. എന്നാൽ ദേഹിയുടെ മണ്ഡലത്തിൽ ഇതിലെല്ലാം ഉണ്ട്. തിന്മയുണ്ട്, നന്മയുണ്ട്. നന്മ ചെയ്യുമ്പോൾ നമ്മളുടെ ദേഹിയുടെ മണ്ഡലം ക്രിസ്തുവിൽ ചെന്ന് മറയും. ശ്രദ്ധിച്ച് കേട്ടോണം. നന്മ ചെയ്യുമ്പോൾ, അതായത് ദൈവികമായ വ്യാപാരങ്ങളിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മളുടെ ദേഹി മരിച്ചിട്ട് അത് ക്രിസ്തുവിൽ ചെന്ന് ചേരും. അങ്ങനൊരു വചനമുണ്ട്. കൊലോസ്യർ 1-ാം അധ്യായം 3-ാം അധ്യായം അത് തന്നെ. എന്നെക്കാളിൽ വചനം അറിയാവുന്നവർ ഇവിടെ ഉള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. 3-ാം അധ്യായം അല്ലേ? അതെ, 3-ാം അധ്യായം തോന്നുന്നു. അല്ല, 3-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ ശരിയാണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരങ്ങളിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അടുത്ത വചനം, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ കേട്ടോ. കുറച്ച് മുമ്പേ ഞാൻ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചപ്പോൾ ദൈവം ആത്മാവിനെ സൃഷ്ടിച്ച് അതിൽ ജീവൻ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ദിവസവും ഈ ദേഹി ഒരെണ്ണം നമ്മളിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുക. ദിവസേന ഞാൻ മരിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാമോ? എനിക്ക് തോന്നുന്നു കോരിന്ത്യർക്ക് എഴുതിയ 1 കോരിന്ത്യർ 15-ാം അധ്യായം നോക്കി ആകാൻ സാധ്യതയുണ്ട്. 1 കോരിന്ത്യർ 15-ാം അധ്യായം എന്നെടുക്കാമോ? അതിലാകാനാണ് സാധ്യത. ഞാൻ ദിവസേന മരിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. 1 കോരിന്ത്യർ 15-ാം അധ്യായം 31-ാം വാക്യം വായിച്ചു. 1 കോരിന്ത്യർ 15-ാം അധ്യായം 31-ാം വാക്യം. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഓരോ ദിവസവും പൗലോസ്ലീഹ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബോധ്യം നമുക്കുണ്ടോ? ഉണ്ടാവണം. അതായത് നമ്മൾ ഓരോ ദിവസവും മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ, നമ്മുടെ ആത്മാവിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജീവൻ നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഓരോ ദിവസവും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ശരീരത്തിൻ്റെ സാധനം വേറെ, ശരീരത്തിലെ ജീവനല്ല ഈ പറയുന്നത്. ശരീരത്തിൻ്റെ ജീവനുണ്ട്. നമ്മുടെ ദേഹി ബൈ ഇറ്റ് സെൽഫ് ഈസ് എ ലൈഫ്. പ്രയാസമാവുന്നുണ്ടോ? ശരീരത്തിന് ജീവനുണ്ട്, അത് ചത്തുപോകും, അത് ഇല്ലാണ്ടാവും. അത് ഓരോ ദിവസവും നമ്മുടെ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ കോശങ്ങളുണ്ടാകുന്നു. ഒരു വയസ്സൊക്കെ ആകുമ്പോൾ, അതായത് ഒരു പ്രായം അങ്ങോട്ട് കഴിയുമ്പോൾ ഈ കോശത്തിന് റീപ്രൊഡക്ഷൻ പവർ കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ പുതിയ കോശങ്ങൾ ഉണ്ടാകാതാവുകയും ശരീരം പതിയെ ക്ഷീണിച്ചു തുടങ്ങുകയും ചെയ്യും. തൊലി ചുളുങ്ങാൻ തുടങ്ങും. മേക്കപ്പിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട്. അതിനപ്പുറത്തോട്ട് ഈ സാധനം പോവില്ല, നമ്മളിനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും. എന്നാലും ചില പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ ചില അമ്മച്ചിമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു 40 വയസ്സൊക്കെ പറയത്തുള്ളൂ. ഒരു ദിവസം ഒരു ആളോട് ഞാൻ ചോദിച്ചു, ഒരു അമ്മച്ചിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഞാൻ ആൻറ്റി എന്ന് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് വിശേഷം? അപ്പോൾ ഒന്ന് ചിരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച പ്രായമല്ല എന്ന് മനസ്സിലായി. ശബ്ദം കേട്ടപ്പോഴും മനസ്സിലായി. അപ്പം ഞാൻ വെറുതെ ചോദിക്കാൻ പാടില്ലെങ്കിലും, എത്ര വയസ്സുണ്ട്? 93 വയസ്സുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. എൻ്റെ ചങ്കങ്ങ് പടഞ്ഞു. അമ്മച്ചിന്ന് വിളിക്കാനും തോന്നുന്നില്ല, ആൻറ്റി എന്നിട്ട് വിളിക്കാൻ പറ്റാത്തതുമായ പ്രായം. എന്ത് ചെയ്യുന്നേ? അതുമാതിരി മേക്കപ്പിലാണ് ആൾ.
പക്ഷേ എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? സത്യത്തിലേ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ നരച്ചിരിക്കുന്നതും അല്ലെങ്കിൽ തൊലി ചുളുങ്ങിയിരിക്കുന്നതുമാണ് അതിൻ്റെ ഭംഗി. അതെന്താ നമുക്ക് മനസ്സിലാകാതെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളെ വിചാരം ഈ 40-30 കാലഘട്ടങ്ങളിലെ പോലെ 90 വയസ്സാകുന്നത് വരെ ഇരിക്കുന്നതാണ് ആരോഗ്യം എന്നാണ്. അല്ല, ഒരിക്കലുമല്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. 50 വയസ്സുകാരനെ കണ്ടാൽ 50 വയസ്സ് തന്നെ തോന്നിക്കുന്നതാണ് അതിൻ്റെ ഭംഗി. കുറച്ചൊക്കെ ചെയ്തോളൂ, അതൊന്നും ഉപയോഗിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒക്കെ ചെയ്തോ, ഒരു കുഴപ്പമില്ല. നമ്മുടെ ശരീരത്തെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പക്ഷേ ഇത് നമ്മളിപ്പോൾ ചില പ്രൊഫഷന് വേണ്ടി ചില ആൾക്കാർ ചെയ്യുന്നത് പോലെ, ഇപ്പോൾ സിനിമാ നടന്മാർ അവർക്ക് വേണ്ടി വരുമായിരിക്കും, അവർ ചെയ്തോട്ടെ, അതവരുടെ ജോലിയാണത്, അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവരത് വേണ്ടി വരും. അതുകൊണ്ട് നമ്മളെല്ലാം എന്തിനാണ് അത് ചെയ്യാൻ പോകുന്നത്? പിന്നെ വേറൊരു ഗുണമുള്ളത് എന്താണെന്നറിയാം ഏതിന് നമ്മൾ ഈ മേക്കപ്പിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ ഈ ബോധം നമുക്ക് വരും. ഏത് ബോധം? ഞാൻ പ്രായമായി, എനിക്കിനി അധികം മുൻപോട്ടില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ശരീരത്തിൽ അധികം ശ്രദ്ധിക്കരുതെന്ന് ഞാൻ പറയത്തില്ല, അധികം ശ്രദ്ധിക്കരുത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നും 30 വയസ്സാണെന്ന് വെറുതെ തോന്നിക്കൊണ്ടിരിക്കും, ദിവസേന മരിച്ചുകൊണ്ടുമിരിക്കും. ഈ മരിക്കുന്ന കാര്യം നമ്മൾ അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ തലത്തിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും ചെറുപ്പമാണ്. നമ്മൾ മരിക്കാൻ കിടക്കുമ്പോഴും നമുക്ക് കല്യാണപ്രായമേ ആയുള്ളൂ എന്ന് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. ശ്രദ്ധിച്ചോണം, പുരുഷന്മാർക്ക് പ്രത്യേകിച്ച്. മരിക്കാൻ കിടക്കുമ്പോഴും ഒരു കല്യാണം കഴിക്കാൻ വേണമെങ്കിൽ ആലോചിച്ചാൽ ഞാൻ റെഡിയാണെന്ന് പറയാനാണ് പുരുഷന്മാരുടെ മനസ്സിന് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മാനസിക അവസ്ഥയിൽ നമ്മുടെ ശരീരവും നമ്മളിങ്ങനെ പെയിൻ്റ് അടിച്ച് വെളുപ്പിച്ച് വെച്ചാൽ നമുക്കത് ചെയ്യണമെന്ന് തോന്നും. അതേസമയം മനസ്സ് ചെറുപ്പമാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തെ നമ്മൾ നോക്കുമ്പോൾ അത് ഈ ലോകത്തിൽ നിന്നും വിട പറയാനായി എന്നൊരു ബോധ്യം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ ഹനിക്കും. അതിനുവേണ്ടിയാണ് ദൈവം ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ എന്തിനാണ്? മടുപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഒരു സാധനം നമ്മൾ മടുക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യം? പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ലോകത്തിലുള്ള ഏത് കാര്യത്തിൻ്റെ പുറകെ നമ്മൾ പോയാലും നമ്മൾ മടുക്കും. അത് ആത്മീയമാണെങ്കിലും ശാരീരികമായ അല്ലെങ്കിൽ മാനസികമായ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ആത്മീയം ചെയ്യുന്നതെങ്കിൽ അതും മടുക്കും. ഉദാഹരണം, എന്നെ തന്നെ. ഞാൻ മ്യൂസിക് എന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച് നടന്ന ആളാണ്. മടുത്തു, മാറ്റിവെച്ചു. ദൈവം മടുപ്പിക്കുന്നതാണത്. ദൈവം മടുപ്പിക്കും. നിങ്ങളിനി ഈ ലോകത്തിൻ്റെ ഏത് പ്ലഷറാണെങ്കിലും അവനവൻ്റെ പ്രായത്തിനനുസരിച്ച് അവനവനത് കിട്ടുമ്പോൾ അത് പതിയെ പതിയെ മടുത്തു തുടങ്ങും. ഉദാഹരണം, ഒരു കുഞ്ഞിന് എന്താണ് ആഗ്രഹം? ഒരു 2 വയസ്സുള്ളൊരു കുഞ്ഞിന് അല്ലെങ്കിൽ 3 വയസ്സുള്ളൊരു കുഞ്ഞിന് എന്താണ് ആഗ്രഹം? അവന് കളിപ്പാട്ടങ്ങൾ, ചോക്ലേറ്റ്, കാര്യങ്ങളൊക്കെ. ഏത് കടയിൽ ചെന്നാലും അവന് ഒരു കളിപ്പാട്ടം വേണം. കരഞ്ഞ് നിലവിളിച്ച് അവൻ ആകപ്പാടെ പ്രശ്നം ഉണ്ടാക്കി അവസാനം അവൻ്റെ അമ്മ അത് വാങ്ങിച്ചു കൊടുക്കുന്നു. ഒറ്റ ദിവസം അല്ല 2 ദിവസം അത് മൂലക്കിരിക്കും. എന്തു പറ്റി? എന്തോരം ബഹളം ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞേ പിറ്റേന്ന് കടയിലോട്ട് കൊണ്ടുപോയി അവൻ അടുത്ത കളിപ്പാട്ടത്തിന് കരയും. അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് പറയാം. 10 വയസ്സുള്ള ഒരു കുഞ്ഞിന് എന്താണ് ആഗ്രഹം? അവൻ്റേതായ പ്രായത്തിൻ്റെ ചാബല്യത്തിൻ്റെ ആഗ്രഹങ്ങളാണ്. 20 വയസ്സുള്ളവന് ചെറുപ്പക്കാരികൾക്കും ചിലപ്പോൾ ഒരു 2 വീലറായിരിക്കും അവൻ്റെ ക്രേസ്, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ആയിരിക്കും, മൊബൈലായിരിക്കും. ഏറ്റവും വില കൂടിയ മൊബൈൽ നമ്മൾ വാങ്ങിക്കും. അതല്ലേ ഈ മൊബൈൽ കമ്പനിക്കാരെല്ലാം ചെയ്യുന്ന മൈൻഡ് ടെക്നോളജിയാണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു കാലത്ത് ഇങ്ങനെയൊന്നും സിസ്റ്റം ഇല്ല. നമ്മളിതിലെല്ലാം ഇതിന് അടിമകളാണ്. നമ്മൾ പലതിനും അടിമകളാണ്. iPhone 17 ഇറങ്ങി, 17 Pro ഇറങ്ങിയിട്ടുണ്ട്, Pro Max ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് 16 അങ്ങോട്ട് ഇറങ്ങിയത്. ഒറ്റ വർഷം കൊണ്ട് ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഫോൺ നമ്മൾ മടുത്തു. തിരക്കാണ്, ജനം ഓടുകയാണ്.
ഓടുകയാണ്. ഒറ്റ വർഷം ഉപയോഗിച്ചിട്ടുള്ളൂ 16 എന്ന് പറയുന്ന ആ സാധനം. 16 ഇറക്കിയപ്പോൾ പറഞ്ഞത് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത സർവത്ര അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള സാധനമാണ്, ഇതിനപ്പുറം ഇനിയൊരു ഫോൺ വരാനില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് 16 ഇറക്കിയത്. ഇപ്പോൾ 17 ഇറക്കിയിട്ട് പറയുക അതല്ല, ഇതാണ് ഏറ്റവും സൂപ്പറെന്ന്. അടുത്ത വർഷം ആകുമ്പോൾ 18 ഇറക്കത്തില്ലേ? അപ്പോൾ മടുത്തു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അറിയാമോ? ഇത് ദൈവം മടുപ്പിക്കുന്നതാണ്. ദൈവം മടുപ്പിക്കുന്നതാണ്. എന്തിനാണ് ദൈവം മടുപ്പിക്കുന്നത്? ഇനി ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ആനന്ദവും നമ്മൾ ഏതിനെ കണ്ടാലും, ചിലർക്ക് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും, ഇച്ചിരി കഴിയുമ്പോൾ രുചി അങ്ങ് തീരും. ഇന്നലെ ഞാൻ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഇവിടെ നിൽക്കുന്ന മോനോട് പറയുമായിരുന്നു, എടാ കഴിക്കാമെന്ന് പറയാം, കഴിച്ചോളാൻ പറഞ്ഞു, ഇഷ്ടംപോലെ കഴിച്ചോളാൻ പറഞ്ഞു, നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ. പിന്നാണ് ഇതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വിചാരിച്ചു ഞാൻ അവനോട് പിന്നെ ഒരു നെഗറ്റീവായിട്ട് പറയാമെന്ന് വിചാരിച്ചു. അവൻ പറഞ്ഞു, അച്ഛാ അങ്ങനെയൊന്നും പറയാതെ അച്ഛാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ 18 ചപ്പാത്തി വരെ കഴിച്ചിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞു, ഒറ്റ ഇരിപ്പിൽ. ഞാനാണിപ്പോൾ ഒരു ചപ്പാത്തി കണ്ടു കഴിഞ്ഞാൽ വയറ് നിറയും. അത് ശരീരം അങ്ങനെ ആയിപ്പോവും. അത് നിനക്കും വരും, എനിക്കും വരും, എല്ലാവർക്കും വരും. അതിൽ നിന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആത്മാവിലേക്ക് തിരിയുവാൻ വേണ്ടിയാണ് ഈ പ്രോസസ്സ് ദൈവം വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിലും നീ തിരിയണം. ഒരു കാര്യം ജഡീകമായി നമ്മൾ ആസ്വദിക്കുമ്പോൾ അതിന് നിലനിൽപ്പില്ല, അത് ശാശ്വതമല്ല എന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകുവാനാണ് ദൈവം ഇത് മടുപ്പിക്കുന്നത്. കർത്താവാണ് ഇത് മടുപ്പിക്കുന്നത്. അതായത് ഉള്ളിലിരിക്കുന്ന നമ്മുടെ ആത്മാവ്, തിരശ്ശീലയ്ക്കകത്തിരിക്കുന്ന നമ്മുടെ ആത്മാവ്, അത് ദേഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ തിരശ്ശീല മാറ്റിത്തന്നു കർത്താവ്. അതാണ് തിരശ്ശീല നടുവേ കീറിപ്പോയി എന്ന് പറയുന്നത്. കർത്താവിൻ്റെ കാൽവറി യാഗത്താൽ ഈ തിരശ്ശീല നടുവേ കീറിപ്പോയി. ഇപ്പോൾ ആത്മാവിന് ദേഹിയുമായിട്ടും ദേഹവുമായിട്ടും വ്യാപരിച്ചിരിക്കുവാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ദേഹവും കൂടെ ചേർന്ന് ആത്മാവിനെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിരിക്കുക. നീ തിരശ്ശീലയ്ക്കകത്ത് തന്നെ ഇരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കണമെങ്കിൽ തിരശ്ശീലയ്ക്കകത്തേക്ക് കയറണം. അതിനുവേണ്ടി കർത്താവ് അകത്ത് കയറി ഇനി അവൻ്റെ കൂടെ അങ്ങ് ചെന്നിരുന്നാൽ മതി, വേറൊന്നും ചെയ്യണ്ട. പഴയ നിയമകാലത്ത് അത് സാധ്യമല്ലായിരുന്നു. പഴയ നിയമകാലത്ത് തിരശ്ശീലയ്ക്കകത്ത് കയറുവാൻ ആർക്കും അധികാരമില്ല, മഹാപുരോഹിതനേ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ തിരശ്ശീലയ്ക്കകത്തേക്ക് കയറി നമുക്ക് വേണ്ടി കാൽവരി യാഗമായിട്ട് ആ തിരശ്ശീല നടുവേ കീറി തന്നിട്ട് എൻ്റെ അടുക്കിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ ചെന്നിരുന്നാൽ മതി. അപ്പോൾ ആത്മാവിനെ അനുസരിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു ശക്തി കിട്ടും. ആ ശക്തിയുടെ ബലത്തിൽ നമ്മൾ നമ്മുടെ ദേഹിയെയും, അതായത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നിയന്ത്രിച്ച് നിർത്തുവാനും അതിനെ ശാസിക്കുവാനുള്ള ശക്തി കിട്ടും. അതുകൊണ്ടാണ് ഇരുളിൻ്റെ പ്രവൃത്തികളോട് കൂട്ടാളികളാകരുത്, അതിനെ ശാസിക്കത്രേ വേണ്ടതെന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായം എത്രാം വാക്യമാണെന്ന് കണ്ടുപിടിക്കാമോ? എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, ഇരുളിൻ്റെ പ്രവൃത്തികളോട് 11-ാം വാക്യം വായിച്ചത്, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളോട് കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കത്രേ വേണ്ട. ആര് ശാസിക്കും? രണ്ടും ഇരുട്ടില്ല, പിന്നെ എങ്ങനെയാണ് ശാസിക്കുന്നത്? അതായത് ദേഹി ഇരുട്ടിലാണ്, ദേഹം ഇരുട്ടിലാണ്. ശാസിക്കേണ്ടത് ആത്മശക്തി കൊണ്ടാണ്. അതായത് കർത്താവിൻ്റെ ശക്തി വ്യാപാരം നമ്മുടെ ആത്മാവിലേക്ക് നമ്മൾ അവൻ്റെ കീഴിലിരുന്ന് നേടിയെടുത്തിട്ട് നിങ്ങൾ ശാസിച്ചു നോക്കൂ. നിങ്ങളുടെ ശരീരത്തിന് ജഡീക സുഖങ്ങളെ കീഴ്പ്പെടുത്തുവാനുള്ള ശക്തി കിട്ടും. ശക്തി, ജഡീക സുഖങ്ങളെ കീഴ്പ്പെടുത്തുവാനുള്ള ശക്തി. ജഡീക സുഖങ്ങളെ കീഴ്പ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് പ്രാകാരത്തിൻ്റെ വാതിൽ തുറക്കുവാൻ പറ്റത്തുള്ളൂ. അല്ലെ അത് അടഞ്ഞു കിടക്കും. പ്രാകാരത്തിൻ്റെ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അകത്തോട്ടില്ല. ശുദ്ധ സ്ഥലത്തേക്ക് പോലും പരിശുദ്ധാത്മാവിന് പ്രവേശനം കിട്ടിയില്ല. മാമോദീസയിൽ ആത്മാവൊക്കെ വന്ന് അകത്തിരിപ്പുണ്ട്, സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ അത് ഉറങ്ങിപ്പോയി. കാരണം ജഡം കൊണ്ടും ദേഹി കൊണ്ടും നമ്മൾ ആത്മാവിനോട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ്
അതിൻ്റെ ശക്തി വ്യാപാരത്തിന് സാധ്യത വെളിയിലേക്ക് കൊണ്ടുവരുവാൻ പറ്റില്ല. ഞാൻ തന്നിട്ടുള്ളൊരു ഉദാഹരണമാണ്. ഈ മെഴുകുതിരിയിൽ ഇങ്ങനെ കവറിങ് ഉണ്ടെന്ന് വിചാരിക്കുക, ഗ്ലാസ് കവറിങ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഗ്ലാസ് കവറിങ് ഉള്ളപ്പോൾ പുതുതായിട്ട് വാങ്ങിക്കുന്ന ആ ഗ്ലാസ് കവറിങ്ങിന് പൊടിപടലങ്ങൾ അതിലില്ല, അത് ട്രാൻസ്പെറൻ്റാണ്. അപ്പോൾ അകത്ത് ഇത് കത്തിച്ചു വെച്ചാൽ ആ കത്തി നിൽക്കുന്ന ശോഭ നമുക്ക് വെളിയിൽ നിന്ന് കാണാം, കാരണം പൊടിപടലങ്ങളില്ല. എന്നാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ ഇതിൻ്റെ പുകയും എല്ലാം കൂടെ വ്യാപിച്ചിട്ട് ഇതിനകത്തെ ഗ്ലാസിൻ്റെ അകത്തെ ഭാഗത്ത് കറുത്ത പ്രതലം ഉണ്ടായിട്ട് ഈ ഗ്ലാസും പൊട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കത്തി നിൽക്കുന്ന ദീപം കത്തിയൊക്കെ തന്നെ നിൽക്കും, ഒരു തുള്ളി പ്രകാശം പോലും വെളിയിലേക്ക് വരില്ല, വെറുതെ കത്തി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ ശരീരവും നമ്മുടെ ദേഹിയും. ഈ പുറത്തെ ഗ്ലാസ് പൊട്ടാറായ പുറത്തെ തലം നമ്മുടെ ശരീരവും, അകത്തെ കറുത്ത പുക നമ്മുടെ ദേഹിയുടെ മണ്ഡലവുമാണ്. അകത്ത് ആത്മാവൊക്കെ ഉണ്ട്, പരിശുദ്ധാത്മാവ് തന്നെയാണ്, അത് കത്തി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ പുറത്തേക്ക് ഇതിൻ്റെ ശക്തി വ്യാപാരം വരുന്നില്ലാത്തതിൻ്റെ കാര്യം ഇതാണ്. ശരീരവും ദേഹിയും കൺട്രോൾഡല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ശരീരം പതുക്കെ അസുഖത്തിലേക്ക് വീഴുന്നു. ലാസറിന് പറ്റിയതാണ്, അത് അസുഖത്തിലേക്ക് പോയി. അതിന് ദേഹിക്കൊരു റോളുണ്ട്. മാർത്ത പലതിനെ ചൊല്ലി ഭാരപ്പെട്ടപ്പോൾ ലാസറിന് അസുഖം വന്നു. എങ്ങനെയാണ്? മാർത്ത പലതിനെ ചൊല്ലി ഭാരപ്പെട്ടു. കർത്താവ് പറഞ്ഞായിരുന്നു മാർത്തയോട്, ഇപ്പം എനിക്കൊന്നും വേണ്ട, കാര്യം നീ എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്, അതിനെല്ലാം എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത് എൻ്റെ വചനം എൻ്റെ കാൽപാദത്തിൽ നിന്ന് കേൾക്കണം. മറിയയെ നോക്കൂ, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ ആ കൽപ്പന എവിടെയൊക്കെയോ മാർത്ത അനുസരിക്കാതിരുന്നതുകൊണ്ട് ലാസറിന് ധീരം പിടിച്ചു. ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത് മാനസിക അസ്വസ്ഥതകൾ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നത് കൊണ്ടും ആണ്. എന്നാൽ ഈ ലാസറിന് ഇവിടെ അസുഖം പിടിച്ചതിന് വേറെ ചില താല്പര്യങ്ങളുമുണ്ട്. അത് ദൈവനാമ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം, ആ ഭാഗം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം എടുത്തോളൂ, 11-ാം അധ്യായം 3-ാം വാക്യം തൊട്ടാണ് നമുക്ക് വായിക്കേണ്ടത്. ആ സഹോദരിമാർ ആരൊക്കെ? മാർത്തയും മറിയയും. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ദീനം ശരീരത്തിന് വരുമ്പോഴാണ് ശരിക്കും എല്ലാവരും കർത്താവിനെ അന്വേഷിക്കുന്നത്. അപ്പോൾ ദേഹവും കൂടെ അല്ല, ദേഹിയും ആത്മാവും കൂടെ പെട്ടെന്ന് ദേഹത്തിന് വേണ്ടി കർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആരാണ്? നമ്മുടെ ദേഹിയും ആത്മാവും കൂടെ ചേർന്ന്. ആത്മാവ് പിന്നെ ദൈവത്തിൻ്റെ സാരാംശം വഹിക്കുന്നതായതുകൊണ്ട് അന്നേരോ ദേഹി എന്നോട് ഇത്രയും നാളും സഹകരിച്ചില്ലല്ലോ എന്നൊന്നും വിചാരിക്കത്തില്ല. അവർ രണ്ടും കൂടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത്രേ. ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മുടെ ശരീരത്തിൽ ചൂടടയാളം അവൻ തന്നുകൊണ്ടേയിരിക്കും. തന്നിട്ട് ഒരു സുപ്രഭാതത്തിലെല്ലാം തീർത്ത് കളയുമെന്നല്ല. ഗലാത്യ ലേഖനം അവസാനത്തെ വാക്യം, ആറ് അധ്യായമല്ലേ ഉള്ളത്? അത് 5 ആണോ? 5 ആണെങ്കിൽ 5-ാമത്തെ അവസാനത്തെ വാക്യം, 6 ആണെങ്കിൽ 6-ാം അധ്യായം 6-ന്റെ 17 വായിക്കാം. 17. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. 2 കൊരിന്ത്യർ 4:10 എന്താണെന്ന് നമുക്കറിയാം. എന്താണ് 2 കൊരിന്ത്യർ 4:10? ഞാൻ യേശുക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു.
ഇതെന്തിനാണ് ഇങ്ങനെ ഒരു ചൂടടയാളം തന്നിരിക്കുന്നത്? എന്താണ് യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ എപ്പോഴും വഹിക്കുന്നു. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, തന്നുകൊണ്ടേയിരിക്കും. മരണം എപ്പോഴും വഹിക്കേണ്ടതാണ്. എന്ത് മരണം? അതായത് ദൈവനാമ മഹത്വത്തിനായിട്ട് ചില ചൂടടയാളങ്ങൾ, ചില മരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും, എപ്പോഴും വഹിക്കുന്നതാണ്. ഇന്ന് വഹിച്ചു കഴിഞ്ഞു എന്നല്ല. ഒരുപാട് പേര് പരസ്പരം പറയുകയും എന്നോടും വന്ന് പറയുകയും ചെയ്യാറുണ്ട്, ഇന്ന വിഷയങ്ങളുണ്ട്. അച്ഛാ, മാറുന്നില്ല. ശാരീരിക വേദന, മാനസിക പ്രയാസം മാറുന്നില്ല. പ്രാർത്ഥിച്ച് മടുത്തു. നമ്മൾ പ്രാർത്ഥനയിൽ പോലും മടുപ്പായി കഴിഞ്ഞു. സ്വാഭാവികമാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നമ്മൾക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും അതിനൊരു ഫലം വരുന്നില്ലല്ലോ എന്നോർത്ത് നമ്മളിൽ പ്രാർത്ഥനയിൽ മടുപ്പ് വരികയാണ്. നമുക്ക് മടുപ്പ് വരാതിരിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത്? പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം നേരിട്ടവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. എത്രാം വാക്യമാണെന്ന് പറയാമോ? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കേണ്ടതിന് പാപികളാൽ തനിക്ക് നേരിട്ട ഈ അനുഭവം കിട്ടിയോ? 12-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അവനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും വരുത്. കണ്ടോ? മടുത്തു പോകരുത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാന്നിധ്യം അറിയണം. അല്ലേ മടുത്തു പോവും. നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നതെങ്കിൽ ഉറപ്പാണ് മടുക്കും. കാരണം നമ്മൾ പറയുന്നതെല്ലാം കിട്ടത്തില്ല. അത് റോമർക്ക് എഴുതിയ ലേഖനം പഠിച്ച് നിങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളുടെയും പല കാര്യങ്ങളും തടുത്ത് മാറ്റിക്കളയുന്നത് പിശാചോ നമ്മളോ ഒന്നുമല്ല, പരിശുദ്ധാത്മാവ് തന്നെയാണ്. കാരണം നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഇവനെ എങ്ങനെ നിത്യജീവനിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെയും യേശുവിൻ്റെയും ചിന്ത. അല്ലാതെ ഇതിപ്പം ഗ്രാൻഡാക്കാം എന്നുള്ളതല്ല. ചൂടടയാളം ആയുഷ്കാലമാണ് വേണ്ടതെങ്കിൽ അത് നമ്മുടെ നിയോഗമാണ്. ദൈവ മക്കളെ എല്ലാവർക്കും ദൈവം നിങ്ങളെ പോയിൻ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ഈദർ മെൻ്റലി ഓർ ഫിസിക്കലി നിങ്ങൾക്ക് ത്രൂ ഔട്ട് യുവർ ലൈഫ് ഒരു പെയിൻ കാണും, ഉറപ്പായിട്ട് കാണും. അതില്ലെങ്കിൽ ദൈവം പോയിൻ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെ വിചാരിച്ചു. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവനാമം മഹത്വപ്പെടണം, നിന്നെ നിത്യജീവനിലേക്ക് എത്തിക്കുകയും വേണം. ഇത് രണ്ടും വേണം. നിത്യജീവൻ്റെ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഇനിയിപ്പം ഞാനതൊന്നും റിവൈസ് ചെയ്യത്തില്ല, നിങ്ങളത് വീണ്ടും കേൾക്കുകയോ വല്ലതും ചെയ്യണം. നിത്യജീവൻ എന്ന് പറയുമ്പോൾ നിത്യജീവനുമുണ്ട്, നിത്യനാശവുമുണ്ട്. നിത്യനാശം അതിലേക്ക് പോകരുത്. നിത്യനാശത്തിലേക്ക് പോകാതെ നിത്യജീവനിലേക്ക് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടില്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ നേരെ വിപരീതമായ കാര്യമായിരിക്കാം സംഭവിക്കുന്നത്. ആ വിപരീത കാര്യം സംഭവിക്കുമ്പോൾ അതിനകത്തൊരു ചൂട് കാണും.
പൗലോസ്ലീഹ പറയുന്നു, ആ ചൂടടയാളം ഞാൻ വഹിക്കുന്നു. അവനെനിക്കൊരു ശൂലം തന്നിട്ടുണ്ട്, പൗലോസ്ലീഹ പറയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇന്നലെ വായിച്ചപ്പോഴാണ് അങ്ങനൊരു സംഗതി അതിനകത്ത് കിടപ്പുണ്ടല്ലോ എന്ന് മനസ്സിലായത്. അതായത് സാത്താൻ്റെ ഒരു ദൂതനെ തന്നെ എന്നാണ് പറയുന്നത്. യേശു കൊടുത്ത ശൂലമൊന്നുമല്ല, എൻ്റെ കൂടെ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്കൊരു ശൂലം തന്നിരിക്കുന്നു, സാത്താൻ്റെ ഒരു ദൂതനെ തന്നെ. അപ്പോൾ നമ്മുടെ കൂടെ നമ്മൾ വിചാരിക്കും, ഇതെന്താണ് എൻ്റെ കൂടെ, അല്ലെങ്കിൽ ഞാനെന്താണ് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നത്, ഇത് പിശാച് തന്നെ എൻ്റെ കൂടെ വരുന്ന പോലെ തോന്നുന്നല്ലോ. അതൊക്കെ തോന്നലാണ്. കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ അവനൊന്നും ചെയ്യില്ല, പക്ഷേ അവൻ ഇങ്ങനെ ഈ ശൂലം തന്നുകൊണ്ടേയിരിക്കും. കാരണം ഈ കൃത്യമായ ഫ്ലോ വേണമെങ്കിൽ ഈ ഫ്ലോയെ തടുക്കുന്ന ഒരു സാധനം കൂടെ വേണം. ഞാനെന്താ പറഞ്ഞേ? കൃത്യമായ ഫ്ലോ വേണമെങ്കിൽ ആ ഫ്ലോയെ തടുക്കുന്ന ഒരു സാധനം കൂടെ വേണം. ഉദാഹരണം, ഒരു ബൾബ് കത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വയർ, ഇതിനകത്ത് ഒറ്റ വയറല്ല ഉള്ളത്, അറിയാമല്ലോ. 2 വയറുകളുണ്ട്. അതിലൊന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. കറണ്ട് പാസ് ചെയ്യുന്നത് മെറ്റൽസിൽ കൂടെയാണ്, ആണല്ലോ. മെറ്റൽ കമ്പിയാണ് ഇതിനകത്തുള്ളത്, അല്ല തുണിയൊന്നും അല്ലല്ലോ, നൂലല്ലല്ലോ, മെറ്റലാണ്. മെറ്റലിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എന്തുവാകാം. ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ചെമ്പൊക്കെയാണ്, അല്ലെങ്കിൽ നേരിയ കമ്പികളാണ്. സ്വർണ്ണമാണെങ്കിൽ ഏറ്റവും വലിയ ശക്തിയായിട്ട് കറണ്ട് പാസ് ചെയ്യും. ഈ 2 കമ്പികൾ ഇതിനകത്തുള്ളതിൽ വെറുതെ വെച്ചേക്കുകയാണോ? വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഇവ തമ്മിൽ കൂട്ടിമുട്ടത്തില്ലേ? കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഇത് ഷോർട്ടാവും. ഇതൊന്നും നിങ്ങൾ കേൾക്കുകയില്ല, ഈ ശബ്ദവും കേൾക്കുകയില്ല, ഈ ലൈറ്റും കത്തുകയില്ല. അതിന് പ്രതിവിധിയായിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? കൂട്ടിമുട്ടാതിരിക്കാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? കൃത്യമായിട്ട് ആർക്ക് പറയാം? എന്താണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഈ സന്ദേശവുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എങ്ങനെ പറയാം? ഇത് കൂട്ടിമുട്ടാതിരിക്കാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇപ്പം ഞാനിത് തൊടുമ്പോൾ എന്നെ കറണ്ട് അടിക്കുന്നില്ല. കാരണം എന്താണ്? ഇത് പ്ലാസ്റ്റിക് ചുട്ടിയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് എന്നെ കറണ്ട് അടിക്കാത്തത്. അല്ലെങ്കിൽ കറണ്ട് അടിക്കും. ഇത് മൈക്കായതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും ഇനി ചിന്തിച്ച് ചോദിക്കരുത്. മൈക്കിനകത്ത് കറണ്ട് ഇല്ലല്ലോ, അത് ശരിയാണ്. ഇത് ബൾബാണെന്ന് വിചാരിക്കുക, ഇതേ ഒരു ബൾബാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ചോദ്യമൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചോളേ. അച്ഛന് ഒരു വിവരവും ഇല്ല, അച്ഛൻ എന്താണ്ട് മൈക്കിൽ കറണ്ട് ഇല്ല അച്ഛാ, അത് അച്ഛൻ പിന്നെ അത് പൊളിച്ചിട്ട് അത് തൊട്ടാലും കറണ്ടൊന്നും അടിക്കത്തില്ല, അതൊക്കെ ശരിയാണ്, അത് സമ്മതിച്ചു, ഇത് ബൾബാണെന്ന് വിചാരിക്കുക. പ്രശ്നം കഴിഞ്ഞേ. അങ്ങനെയൊക്കെ ചോദിച്ചു കളയും. അപ്പോൾ എന്നെ കറണ്ട് അടിക്കുന്നില്ല, കാര്യം അതായത് ഈ കറണ്ട്, അതാണ് ഞാൻ പറയാൻ വരുന്ന സെൻറ്റൻസ് ഇപ്രകാരമാണ്. ഈ കറണ്ട് കൃത്യമായിട്ട് ഫ്ലോ ചെയ്യാൻ കറണ്ട് ഫ്ലോയെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകം കൂടുള്ളത് കൊണ്ടാണ് എന്ന്. ഇല്ലെങ്കിൽ ഇത് ഷോർട്ടായി പോകും. ഞാൻ ആദ്യം പറഞ്ഞ സാധനം വരും, ഏത്? അഹങ്കാരം. അപ്പോൾ മാത്യുസൻ പാച്ചൻ പ്രാർത്ഥിച്ചു, കർത്താവെ എന്നോട് സംസാരിക്കണം. ഇച്ചിരി കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, എന്നോട് സംസാരിക്കാതിരുന്നതിനാൽ നിനക്ക് സ്തുതി. ഇപ്പോൾ മനസ്സിലായി, എപ്പോഴും ചുമ്മാ കയറി വന്ന് മിണ്ടിയല്ലെന്ന് മനസ്സിലായി. അപ്പോൾ ആ തടസ്സം നന്മയ്ക്കാണ്. അപ്പോൾ താഴോട്ടുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിമനോഹരമായ പ്രാർത്ഥനകളാണ് പിന്നെ വന്നത്. തൻ്റെ അവസ്ഥ, തൻ്റെ പാപാവസ്ഥ വായിച്ചേൽപ്പിക്കാം. എൻ്റെ കർത്താവെ എന്നോട് സംസാരിക്കാതിരുന്നതിനാൽ നിനക്ക് സ്തുതി. എൻ്റെ കർത്താവെ എൻ്റെ ഇഷ്ടം ഒന്നും എന്നിൽ നടക്കരുത്, അവിടുത്തെ ഇഷ്ടം മാത്രം എന്നിൽ നടന്നാൽ മതി. അത് ദോഷകരമെന്ന് തൽക്കാലം എൻ്റെ കണ്ണുകൾക്ക് തോന്നിയാലും എനിക്കത് മാത്രം മതി. അവിടുത്തെ മഹത്വത്തിന് കഷ്ടത അനുഭവിക്കുക എന്നതാണ് എൻ്റെ ആഗ്രഹം. അതിലേക്ക് വരുവാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയിലേക്ക് എഴുതുവാൻ അദ്ദേഹം തയ്യാറായത് സംസാരിക്കാതെ ഇരുന്നതുകൊണ്ടാണ്. സംസാരിച്ചിരുന്നെങ്കിൽ ഈ പ്രാർത്ഥന ഈ റൂട്ടിൽ പോവില്ല. ഈ പ്രാർത്ഥന അവിടെ ആവശ്യമായിരുന്നതുകൊണ്ട് അന്ന് സംസാരിച്ചില്ല. അതുപോലെ ചില കാര്യങ്ങൾ കർത്താവ് താമസിപ്പിക്കുമ്പോൾ മടുത്തു പോകരുത്. പ്രാർത്ഥിക്കുന്നതെല്ലാം കിട്ടിയില്ല എന്ന് വിചാരിച്ച് മടുത്തു പോകരുത്. മടുത്ത് പോകേണ്ടത് എപ്പോഴാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ സാന്നിധ്യം
നമുക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മടുക്കണം. പക്ഷേ നമ്മൾ മടുക്കില്ല. കാര്യം എന്താണെന്നറിയാമോ? ഞാൻ മുമ്പിലത്തെ ഉദാഹരണത്തിലേക്ക് വരാം. നമുക്ക് മടുക്കില്ല അന്നേരം. കാര്യം എന്താണെന്നറിയാമോ? ഒരു കുഞ്ഞിനൊരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നു. അവൻ പിറ്റേന്ന് പറയുന്നു എനിക്കത് വേണ്ട. അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു കോളേജിൽ പഠിക്കുന്ന ഒരു യുവാവിന് അല്ലെ യുവതിക്ക്. ഒരു വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ അവന് മടുക്കുന്നു. അതെന്തിനാണ് ആത്മാവ് അത് മടുപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അവന് മനസ്സിലാവണം, ജഡത്തിൽ ഞാൻ നേടുന്നതൊന്നും എന്നെ നിത്യമായി സന്തോഷിപ്പിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ആത്മാവിലേക്ക് തിരിയണം. അവിടെ നിത്യമായ ഒരു സന്തോഷമുണ്ട് എന്നുള്ള കാര്യം അവനെ പഠിപ്പിക്കാനാണ് ഈ മടുപ്പിക്കുന്നത്. പക്ഷെ അന്നേരം ഈ ദേഹവും ദേഹിയും കൂടെ എന്ത് ചെയ്യുമെന്നറിയാമോ? അടുത്ത ഓപ്ഷൻ ഇടും. iPhone 18 അടുത്ത വർഷം ഇറങ്ങുന്നുണ്ട്, അത് വാങ്ങിക്കണം. 17 വാങ്ങിച്ചവൻ അപ്പോൾ 17 പാഴ് സാധനമായി. മനസ്സിലായോ? ഇത് ഈ മരിക്കുന്നവരെയും ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ദേഹവും ദേഹിയും കൂടെ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടന്നില്ലെങ്കിൽ മരിക്കുന്നവരെയും ഒന്നിലും തൃപ്തി കിട്ടത്തില്ല. സെക്സിലും കിട്ടത്തില്ല, പണത്തിലും കിട്ടത്തില്ല, പ്രതാപത്തിലും കിട്ടത്തില്ല, ആരോഗ്യത്തിലും ഒന്നിലും കിട്ടത്തില്ല. അതേസമയം ക്രിസ്തു സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒന്നും മടുക്കത്തില്ല. കാരണം ഇത് മതി. ഇന്നലെ ഞാനൊരു വിശുദ്ധൻ്റെ പേര് ഓർക്കുന്നില്ല, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് സ്വർഗം തരണ്ട, നരകവും വേണ്ട, നീ ഉണ്ടായാൽ മതി. ക്രിസ്തു സാന്നിധ്യം എൻ്റെ കൂടെ ഇരുന്നാൽ മതി, എപ്പോഴും എൻ്റെ കൂടെ ഇരുന്നാൽ മതി. എന്നെ നരകത്തിലാണെങ്കിലും ഓക്കെ, ഐ എം ഓക്കെ, ബട്ട് എൻ്റെ കൂടെ വേണം. വേറെ ലെവൽ പ്രാർത്ഥനയാണ്. എന്നെ നരകത്തിൽ വിട്ടോളാൻ. പണ്ട് മദർ തെരേസ അങ്ങനെ പറഞ്ഞതായിട്ടാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കർത്താവ് എന്നെ സ്വർഗത്തിലോട്ടൊന്നും വിടില്ലേ, അവിടെ എല്ലാം വിശുദ്ധന്മാരല്ലേ, പല കുഷ്ഠരോഗികളോ പാപികളോ ഉള്ളിടത്തൊക്കെ വിടുക, അവിടെ ഞാൻ പോയി 2 സുവിശേഷമൊക്കെ പറഞ്ഞിട്ട് വരട്ടെ. സ്വർഗത്തിലൊക്കെ ഇഷ്ടം പോലെ നിനക്ക് ആളുണ്ടല്ലോ. ഞാൻ നരകത്തിൽ പോയി അവിടെയുള്ള 10 പേരോട് സുവിശേഷമൊക്കെ പറഞ്ഞ് ഇവിടെ കുഷ്ഠരോഗികളോ പാവം പിടിച്ചവരോ വല്ലതും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ശുശ്രൂഷിച്ചിട്ട് പതുക്കെ മതി എന്ന് മദർ തെരേസ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടോ കേട്ടിട്ടോ ഉണ്ട്. അതായത് ഇതൊക്കെ വേറൊരു തലമാണ്. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ മടുപ്പിക്കുന്നത് എന്തോ അതിനെ തിരിച്ചറിഞ്ഞിട്ട് മടുപ്പിക്കാത്ത ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് നമ്മൾ തിരികെ വരാനാണ്. നമുക്ക് യോഹന്നാനിലേക്ക് തന്നെ തിരിച്ചൊന്നുകൂടെ വരാം. അപ്പോൾ കർത്താവ് ഒരു വാർത്ത കേൾക്കുകയാണ്, അവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. കർത്താവിനതറിയാം. യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത്രയെന്ന് പറയുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ, ലാസറിനാണ് ദീനം, നമ്മുടെ ശരീരത്തിൽ വരുന്ന മരണത്തിനും അതുപോലെ കഷ്ടതയ്ക്കുമൊക്കെ ഒരു ദൈവനാമ മഹത്വം കിടപ്പുണ്ട്. വേദപുസ്തകത്തിൽ എവിടെയെല്ലാം മഹത്വത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം അതിൻ്റെ തൊട്ടു മുമ്പ് കഷ്ടതയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 5:10 വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 10-ാം വാക്യം. 1 പത്രോസ് 5-ാം അധ്യായം 10-ാം വാക്യം എന്താണ്? എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന. കണ്ടോ, ഞാൻ പറയാൻ വന്നത് അല്പകാലത്തെ കഷ്ടം എന്ന് പറഞ്ഞിട്ടേ തേജസ്സിൻ്റെ കാര്യം പറയത്തുള്ളൂ. അപ്പോസ്തലന്മാരെല്ലാം അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇന്ന് എല്ലായിടത്തും, പ്രത്യേകിച്ച് ഈ കരിസ്മാറ്റിക് സെൻറ്റേഴ്സ് മൊത്തം, ഈ ദൈവവിളിയിലെ ചൂടടയാളത്തെപ്പറ്റി പറയുന്നില്ല. നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ എല്ലാ കടബാധ്യതയും മാറ്റും, നിങ്ങളുടെ രോഗമെല്ലാം ഇപ്പം അങ്ങോട്ട് തീരും. അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതമൊന്നുമില്ല. എന്നിട്ടെല്ലാം സുഖസമൃദ്ധമായിട്ട്
അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ് സാമ്പത്തിക അഭിവൃദ്ധി. പൗലോസ്ലീഹ പറയുന്നത് എന്താ? തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കുക. ധനികന്മാരാകുവാൻ ഇച്ഛിക്കുന്നവർ ധനത്തിലും മോഹത്തിലും കുടുങ്ങിപ്പോയിട്ട്, ആ വാചനം ഒന്നെടുത്തേ, നല്ലൊരു വചനമാണ്. തീമോഥെയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായം, 2 തീമോഥെയോസാണോ? 6-ാം അധ്യായം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അപ്പോൾ എന്ത് പറഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞേ? ഏത് കാര്യം പറഞ്ഞപ്പോഴാണ്? എല്ലാം ഇങ്ങനെ സാമ്പത്തിക അഭിവൃദ്ധിയും മുതലായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നേ. തേജസ് എന്നുള്ള കാര്യവും ഈ ജഡീകമായ അഭിവൃദ്ധിയും തമ്മിൽ ബന്ധപ്പെടുത്തരുത്. ദൈവിക തേജസ് അതല്ല. ദൈവിക തേജസ്സിൻ്റെ പ്രതിഫലനമാണ് നമുക്ക് വരുന്ന ഈ എല്ലാ നേട്ടങ്ങളും കോട്ടങ്ങളും. രണ്ടും, നേട്ടങ്ങളും കോട്ടങ്ങളും. അത് ദൈവം അറിഞ്ഞുകൊണ്ടേ ദൈവമക്കളിൽ ഈ കോട്ടം ഉണ്ടാകത്തുള്ളൂ. ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ളൂ. യോബിനെ പോലും ദൈവം അനുവദിച്ചിട്ടാണ് ആ പരീക്ഷ കൊടുക്കുന്നത്. ആർക്കും അങ്ങനെ തന്നെ. അപ്പം അതുകൊണ്ട് അതിൽ ചഞ്ചലപ്പെടുകയോ മടുത്തു പോകുകയോ നമ്മൾ ചെയ്യുവാൻ പാടില്ല. ലാസറിന് ദീനം വരും, ചിലപ്പോൾ മരിക്കും. പക്ഷേ ആ ലാസറിനെ ഉയർപ്പിച്ച് പുതിയൊരു ശരീരം നമുക്ക് തരികയും ചെയ്യും. പക്ഷേ ദേഹിയും ദേഹവും അതിൽ തന്നെ റിന്യൂ ചെയ്യപ്പെടണം. പുതിയത് വേറെ തരില്ല. ശരീരം പുതിയത് തരും. അത് ഉയർപ്പിന് ശേഷം കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ നമുക്കായി ഒരു പുതിയ ശരീരം, പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ ശരീരം. എന്നാൽ ദേഹവും ദേഹിയും ആത്മാവിൽ ആ തേജസ് ഉള്ളത് കാരണം ദേഹി റിന്യൂ ചെയ്യണം. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്നു നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടത്രേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ദേഹിയിൽ സംഭവിക്കേണ്ട കാര്യമാണ്. 5-ാം വാക്യം, യേശു മാർത്തയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. തമ്പുരാന് നമ്മളുടെ ഈ 3 അവസ്ഥയോടും നല്ല സ്നേഹമാണ്. നമ്മുടെ ദേഹം എത്ര അഴുക്കുചാലുകൾ കിടന്നാലും അവന് നമ്മുടെ ദേഹത്തെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അഴുക്കായിപ്പോയി, എൻ്റെ സർവ്വ ദേഹാവസ്ഥയും തകരാറിലാണ്, മ്ലേച്ഛതയിലാണ് എന്ന് പറഞ്ഞ് വിലപിക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പാപിനിയായ സ്ത്രീയോട് കർത്താവ് ക്ഷമിക്കുകയില്ല. പാപിനിയായ സ്ത്രീ തൻ്റെ ദേഹം കൊണ്ട് ചെയ്തത്രയും പാപം ആരും ചെയ്തിട്ടുണ്ടാവില്ല. അവളോട് പറയുകയാണ് കർത്താവ്, മകളെ, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലയോ? കർത്താവിൻ്റെ ന്യായവിധി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, വീണ്ടും പറയുന്നില്ല. ഇതാണ് ന്യായവിധി, വിധി തീർപ്പ്. ഇല്ല കർത്താവേ, എന്നാൽ ഞാനും നിന്നെ കല്ലെറിയുന്നില്ല, മേലാൽ പാപം ചെയ്യരുത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സെയിൻറ്റ് മേരി ഓഫ് ഈജിപ്റ്റ്? സെയിൻറ്റ് മേരി ഓഫ് ഈജിപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലേ? പുരുഷന്മാരെ അങ്ങോട്ട് ആകർഷിക്കുന്ന ആളായിരുന്നു. അങ്ങോട്ട് എവിടെയെങ്കിലും പുരുഷന്മാർ കൂടിയെന്നറിഞ്ഞാൽ അവൾ അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് അവരെ ആകർഷിക്കുവാനുള്ള എല്ലാ സാധ്യതകളും വിക്രികളും ചെയ്യും. അങ്ങനെ ഒരു സ്ത്രീയായിരുന്നു. അവളുടെ മാനസാന്തരം 17 കൊല്ലം വേശ്യാവൃത്തി നടത്തി ജീവിച്ച സ്ത്രീയാണ്. 17 കൊല്ലം മരുഭൂമിയിൽ തൻ്റെ ജഡവുമായിട്ട് അവൾ മത്സരിച്ച് ജയിച്ചു. മാതാവളെ പിടിച്ചു. ഒരു പിൽഗ്രിമേജിൻ്റെ കൂടെ പോയതാണ്. ദേവാലയത്തിലേക്ക് ആ പുരുഷന്മാരോടുകൂടി അകത്തേക്ക് പ്രവേശിക്കുവാൻ ചെല്ലുമ്പോൾ അവൾക്ക് മാത്രം കയറുവാൻ പറ്റുന്നില്ല, പുറത്തേക്ക് തള്ളുകയാണ്. അവളാൽ കഴിയുന്ന വിധം അവൾ ശ്രമിച്ചു നോക്കി, ഒരു നിവൃത്തിയില്ല. ദേവാലയത്തിനകത്ത് ദൂരെ ഇരിക്കുന്ന
ദൈവമാതാവിൻ്റെ ഐക്കണിൽ കൂടി ശക്തി വ്യാപാരം നടന്നു. മാതാവ് പിടിച്ചു. അവിടെ വെച്ച് അവൾ മാനസാന്തരപ്പെട്ടു. മരുഭൂമിയിൽ പോയി 17 കൊല്ലം തൻ്റെ ജഡത്തോട് മല്ലിട്ടാണ് അത് തോൽപ്പിച്ചത്. സുപ്രഭാതത്തിൽ വന്ന് ശക്തി കയറുമൊന്നുമല്ല, ജഡത്തോട് മല്ലിടണം. ജഡം പല കാര്യങ്ങളും നമ്മളോട് ആവശ്യപ്പെടും, നമ്മൾ പലതിലും വീണു പോവുകയും ചെയ്യും. ജഡത്തോട് നോ പറയുവാൻ നമ്മൾ പഠിക്കാത്തിടത്തോളം കാലം ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനുള്ള ആ ശക്തി വ്യാപാരം നമുക്ക് കിട്ടില്ല, നമുക്കറിയാൻ സാധിക്കത്തില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കണമെങ്കിൽ ജഡത്തെ ആദ്യം ശാസിച്ച് നിർത്താതെ ഒരു നിവൃത്തിയില്ല. എന്നാൽ കർത്താവ് ഈ ജഡത്തെ സ്നേഹിക്കുന്ന ആളുമാണ്. അവൻ മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. നമുക്കിന്ന് ഇത്രയും കാര്യങ്ങൾ മാത്രം ധ്യാനിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവ് പറയുന്നത് കേൾക്കണം. ജഡം പറയുന്നതും മനസ്സ് പറയുന്നതും വളരെ എളുപ്പമാണ് ഗ്രഹിക്കുവാൻ. പക്ഷേ ആത്മാവ് പറയുന്നത് കേൾക്കുവാൻ എളുപ്പമല്ല, പക്ഷേ അടുത്തിരിക്കുന്നവന് എളുപ്പമാണ്. ദൈവം ആത്മാവാകുന്നു, കർത്താവ് ആത്മാവാകുന്നു, അല്ലേ? കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് എന്തുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 കൊരിന്ത്യർ 3:17 സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ്. അപ്പോൾ അടുത്തിരിക്കുക. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവിൻ ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മൂടുപടം നീങ്ങിപ്പോയി. ആ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി ഓരോ ദിവസവും വളർന്നു വരുമ്പോൾ ഒരു വശത്ത് മരണം നടക്കും, ഒരു വശത്ത് ജീവൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പുറത്ത് മരിക്കും, ദിവസേന മരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജീവൻ ഈ ക്രിസ്തുവിൽ പോയി മറഞ്ഞിരിക്കുമ്പോൾ അത് സുരക്ഷിതമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന്മേലും സൗഖ്യം വരും. ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്ന ദേഹി കാരണമാണ് ശരീരത്തിൽ സൗഖ്യം വരുന്നത്. ക്രിസ്തുവിലല്ലാത്ത പിശാചിൻ്റെ കയ്യിൽ ദേഹി ഉണ്ടെങ്കിൽ ശരീരത്തിന് അസ്വസ്ഥതയുണ്ടാവും, മനസ്സിനും ഉണ്ടാവും. കൊലോസ്യലേഖനം 3-1 പറഞ്ഞതിൻ്റെ സാരാംശത്തിൻ്റെ പൂർത്തീകരണം നടത്തി ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി മറിഞ്ഞിരിക്കുന്നു. 1 കൊരിന്ത്യർ 15 പറയുന്നു, ഞാൻ ദിവസേനയെ മരിക്കുന്നു. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നത് ഒരു പ്രാണനാണ്. ഒരു പ്രാണൻ അങ്ങ് പോയി. ആ പ്രാണൻ ഒന്നുകിൽ ക്രിസ്തുവിനോടുകൂടെ പോവും, അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ദിവസത്തെ ആത്മീയ യാത്ര ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കണം. ഇല്ലെങ്കിൽ ഇവൻ അവകാശം സ്ഥാപിക്കും. മോശയുടെ ആത്മാവിനോട് വരെ അവകാശം സ്ഥാപിക്കാൻ ശ്രമിച്ച ആൾ നമ്മളെ വെറുതെ വിടുവോ? പക്ഷേ കർത്താവിൻ്റെ രക്തം എന്ന് പറയുന്നൊരു സംഗതി ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ വലിയ അവകാശമൊന്നും പറയാനില്ലിനി. പഴയ നിയമത്തിൽ ഈ അവകാശമൊക്കെ പിശാചിനുണ്ടായിരുന്നു, പക്ഷേ പുതിയ നിയമത്തിൽ അതില്ല. എന്നാലും അവനോടുകൂടെ ചേർന്ന് നടക്കുന്നവനെ അവൻ അവകാശം സ്ഥാപിക്കും. അപ്പോൾ നമ്മളായിട്ട് നമ്മളുടെ ദേഹി പിശാചിൻ്റെ കൈ കൊടുത്തു വെച്ചിരുന്നാൽ അന്നത്തെ ദിവസത്തിൻ്റെ നമ്മുടെ വ്യാപാരം കൊണ്ട് ശരീരത്തിലും മനസ്സിലും അസ്വസ്ഥതകളും ഉണ്ടാവും. ഇതിനെയാണ് പാതാളം എന്ന് പറയുന്നത്. അങ്ങനെ നാളെയും ഒരു ദേഹിയുടെ പിശാചിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പാതാളത്തിൻ്റെ ആഴം വർദ്ധിച്ചു. അങ്ങനെ 1 വർഷത്തെ ദേഹി മുഴുവൻ പിശാചിൻ്റെ കയ്യിലായാൽ നമുക്ക് മുഴുവൻ അസ്വസ്ഥത, നിരാശ, വൈരാഗ്യം, ഇങ്ങനെയുള്ള തിന്മ വ്യാപാരങ്ങൾ നമ്മുടെ ദേഹി മണ്ഡലത്തിൽ കിടന്ന് വ്യാപിച്ച് നമ്മൾ തന്നെ അസ്വസ്ഥരായി നമ്മളിലൊരു വല്ലാത്ത പ്രകൃതമൊക്കെ ഉണ്ടായി വരുന്ന അവസ്ഥാവിശേഷമാണ് പാതാളം. ഇതാണ് പാതാളം. അല്ലാതെ മരിച്ചു കഴിഞ്ഞ് ചെല്ലുന്നൊരു സ്ഥലമൊന്നുമല്ല പാതാളം. ഇപ്പോഴും നമ്മൾ പാതാളത്തിലുമാകാം, പറുദീസയിലുമാകാം. ക്രിസ്തുവിനോട് കൂടെ മറിഞ്ഞിരിക്കുന്ന ദേഹി ആനന്ദത്തിലാണ്, അവൻ പറുദീസയിലാണ്. അവനെ ഒന്നും ബാധിക്കത്തില്ല. ശരീരത്തിൽ രോഗമൊക്കെ വരും. ലാസറിന് രോഗമൊക്കെ വന്നില്ലേ? സ്നേഹിച്ചതാണ്. അത് ശരീരത്തിൻ്റെ രോഗം വരും, അടുത്ത രോഗം വരും, ചൂടടയാളം കാണും. ക്രിസ്തുവിൻ്റെ ജീവൻ ഞങ്ങളെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് അവൻ്റെ മരണം എപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷേ അവൻ കൂടെ കാണും, അവനതിനെ ഉയർപ്പിക്കും. പക്ഷെ പിശാച് ഉയർപ്പിക്കത്തില്ല.
അവൻ നിത്യനാശത്തിലേക്ക് കൊണ്ടിടത്തേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ് ധ്യാനിച്ചിട്ടുള്ള കാര്യമാണ്. പിശാച് നമ്മളെ ഇങ്ങനെ പൊക്കി ഒരു മലയുടെ മണ്ടയ്ക്ക് കൊണ്ട് നിർത്തിട്ട് പുറകിൽ നിന്ന് തെള്ളും. നമ്മൾ കുത്തനീന്ന് പറഞ്ഞ് താഴെ വീഴും. ഇത് അവൻ്റെ ഒരു രീതിയാണ്, അവൻ്റെ തന്ത്രമാണത്. നമ്മൾ ഈ ഉയർച്ച കണ്ട് ഇങ്ങനെ പോവും, ഇങ്ങനെ മേളിൽ ചെന്നിട്ട് ഈ ലോകത്തുള്ളതെല്ലാം കണ്ടല്ലോ, സൂപ്പറാ, എൻ്റെ കൂടെ നിന്നോളാൻ പറയും. നിൽക്കുന്ന കൂട്ടത്തിൽ എപ്പോഴെങ്കിലും അവൻ നമ്മെ പുറകിൽ നിന്ന് തള്ളി താഴെയിടും. ഇതവൻ്റെ രീതിയാണ്. അതുകൊണ്ട് പാതാളം പറുദീസ എന്ന് പറയുന്നത് രണ്ടവസ്ഥകളാണ്. ഈ അവസ്ഥയുടെ അഡ്വാൻസ്ഡ് സ്റ്റേജാണ്, അല്ലെങ്കിൽ മറ്റൊരു തിരശ്ശീലയ്ക്കകത്തുള്ള പിന്നീട് പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ ഉണ്ടാകുമ്പോൾ കർത്താവ് നമുക്ക് തരുന്നതാണ് സ്വർഗം എന്ന് പറയുന്നത്. അവിടെ പിന്നെ അനീതിയില്ല, ഒന്നുമില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല. വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ കർത്താവായ യേശു തന്നെ നീതിയുടെ സൂര്യനായിട്ട് ഉദിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ ബോധ്യത്തോടുകൂടി നമുക്ക് ദൈവസേനയെ സമർപ്പിക്കാം. എന്നാൽ നരകമെന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ റിവേഴ്സാണ്. നമ്മുടെ ജീവൻ, നമ്മുടെ ദേഹി നിത്യനാശത്തിലേക്ക് പോകുവാനിട വരരുത് എന്ന് പറഞ്ഞാൽ ഇരുളിലേക്ക് പോകുവാനിട വരരുത്. താഴോട്ടുള്ള ഭാഗത്ത് അത് വരും. അടുത്ത ആഴ്ചയൊക്കെ അതാണ്. നമ്മൾ ആ ഒരു വചനം വായിച്ചിട്ടങ്ങ് അവസാനിപ്പിക്കാം. 11-ാം അധ്യായം 9-ാം വാക്യം അതുവരെ പറയണമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അത് പിന്നീട് പറയാം. അതിന് യേശു, പകലിന് 12 മണി നേരം ഇല്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നതുകൊണ്ട് ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചം ഇല്ലായ്ക കൊണ്ട് ഇടറുന്നു. നമുക്ക് തലകളെ വണക്കം പ്രാർത്ഥിക്കാം.